വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി കർത്താവിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. आज इस सुबह के समय के लिए प्रभु का मैं धन्यवाद और स्तुति करता हूँ। ഗോഡ് മിഷൻ എന്ന ഈ പ്രവർത്തനത്തോട് ഒരുമിച്ച് വചന ശുശ്രൂഷയിൽ കർത്താവിൽ എനിക്കായിരിക്കുവാൻ കർത്താവ് തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. गॉड्स मिशन ये सेवकाई के साथ वचन की सेवकाई करने के लिए प्रभु ने मुझे ऐसा एक अवसर दिया, इसलिए मैं प्रभु को धन्यवाद देता हूँ। പ്രത്യേകിച്ച് ഈ മിനിസ്ട്രിയെ ലീഡ് ചെയ്യുന്ന പ്രിയ ദേവദാസൻ കുടുംബം മറ്റ് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. विशेष करके इस सेवकाई को अगुवाई देने वाले प्रभु के दास, उनके परिवार और हर एक प्रभु के दास जो इसमें जुड़े हुए हैं, और सभीयों को यीशु मसीह के नाम से मैं अपना प्रेम नमस्कार को देता हूँ। അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഗാനങ്ങൾ ആലപിച്ച പ്രിയ ദേവദാസൻ, എനിക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ദേവദാസൻ, എല്ലാവരെയും ഓർത്ത് കർത്താവിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. आशीषित रूप से वचन की आशीषित रूप से गीतों को गाया हुआ परमेश्वर के दासों को, वचन के अनुवाद करने वाले प्रभु के दास को, सब मैं प्रभु के नाम से धन्यवाद करता हूँ। പ്രിയ ഓമനി ആന്റിയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. आमन आंटी को याद करते हुए मैं धन्यवाद करता हूँ। ഞങ്ങള് പത്തനംതിട്ടയിൽ മാതൃ ചർച്ചിൽ ഒരുമിച്ചാണ്, ഒരേ ചർച്ചിലെ വിശ്വാസികളാണ്. और हम जो पतनमतिट्टा में केरल में जो हैं, एक ही हमारे मातृ कलीसिया हैं और वहाँ के हम विश्वासी लोग हैं। അപ്പോൾ തന്നെ എൻ്റെ വൈഫിന്റെ മാതാപിതാക്കള് ഇപ്പോൾ ആ വീട്ടിലാണ് താമസിക്കുന്നത്. और साथ ही साथ मेरे पत्नी के जो माता पिता हैं, वे उसी कमरे में या उसी मकान में वे रहते हैं। അങ്ങനെ ഒത്തിരി ഒത്തിരി ബന്ധം പ്രിയ കുടുംബമായിട്ടുണ്ട്, ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. और बहुत ऐसे गहरे संबंध उस परिवार के साथ हैं, और इसे याद करके मैं प्रभु का धन्यवाद करता हूँ। എന്റെ ചിന്ത ശരിയാണെങ്കിൽ രാത്രി 1 മണിയാണ് ഇപ്പോൾ ആന്റി അവിടെ ഉണർന്നിരിക്കുന്നത്. मैं यदि सही हूं तो ऐसा मैं समझता हूं कि रात का 1 बजे का समय है और आंटी वहां पर जगी हुई है। ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. परमेश्वर बहुत आयत से उनको आशीष देने के लिए हम प्रार्थना करते हैं। അപ്പോൾ തന്നെ ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരെ കാണാൻ കർത്താവ് ഇടയാക്കി. और साथ ही साथ इस मंच में प्रार्थना करने वाले बहुत सारे लोगों को देखने के लिए प्रभु ने अवसर दिया। ഞങ്ങള് ഏകദേശം 6 വർഷം ഡൽഹിയിൽ ഉണ്ടായിരുന്നു. मैं लगभग 6 साल तक दिल्ली में वास किया हूँ। നവംബർ കഴിഞ്ഞ് ഡിസംബർ തുടങ്ങുമ്പോൾ നല്ല തണുപ്പിന്റെ സമയമാണ്. नवंबर और दिसंबर महीने में अच्छा कड़ाके के ठंड का समय वहां रहता है। ആ സമയത്ത് ഇത്രയും ആൾക്കാര് ഇതിനകത്ത് ഉണർന്ന് തണുപ്പിനെയൊക്കെ വകവെക്കാതെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടതിൽ ഒത്തിരി സന്തോഷം. और ऐसे उत्तर भारत के क्षेत्रों में ऐसे कड़ाके के ठंड को भी सहते हुए सवेरे के समय उठकर प्रार्थना में बैठे हुए लोगों को देखकर मैं प्रभु को स्तुति करता हूँ। അതിന് വളരെ ശക്തമായി നേതൃത്വം നൽകുന്ന ദേവദാസിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. और उस कार्यों के लिए अच्छे रीति से, सामर्थ्य रीति से अगुवाई देने वाले परमेश्वर के दास को याद करते हुए मैं प्रभु का धन्यवाद करता हूँ। ഇന്നലെ ദേവദാസനുമായിട്ട് സംസാരിക്കാൻ കർത്താവ് ഇടയാക്കി. कल प्रभु के दास के साथ संबंध होने के लिए या बातचीत करने के लिए प्रभु ने अवसर दिया। കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ മീറ്റിംഗ് ഇങ്ങനെ നടക്കുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. पिछले 5 साल से ये मीटिंग लगातार चल रहा है, ये बात को सुनकर मैं बहुत आनंदित हूँ। പ്രിയ ദേവദാസിനെയും കുടുംബത്തെയും ഒക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. परमेश्वर के दास और उनके परिवार को परमेश्वर आशीष देने पाए, ये प्रार्थना करता हूँ। വളരെ വേഗത്തിൽ ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു ദൈവിക ദൂതിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ്. बहुत जल्द प्रभु ने मुझे सौंपा हुआ एक प्रभु का वचन की ओर, एक संदेश की ओर मैं प्रवेश करने के लिए इच्छा करता हूँ। കോവിഡിന്റെ സമയം മുതൽ ഞാൻ ഒത്തിരി സൂം പ്ലാറ്റ്ഫോമിൽ പ്രസംഗിക്കാൻ കർത്താവ് അവസരം തന്നു. कोविड के समय से लेकर बहुत सारे ऐसे जूम की मंच में प्रचार करने के लिए प्रभु ने मुझे अवसर दिया। ഞാൻ അത് പറയാൻ വേണ്ടിയല്ല പറഞ്ഞത്, എങ്കിലും ഇത്ര ലോങ് മീറ്റിംഗ് ഇതിൽ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. मैं ये बोलने के लिए नहीं था, परंतु इतना लंबे समय तक प्रार्थना करने वाला एक ऐसे जूम प्लेटफॉर्म में इसी में ही देखा हूँ। ആദ്യം എനിക്ക് അയച്ചു തന്നപ്പോ ഞാൻ ഒരു 2-3 വട്ടം നോക്കി, 4 തൊട്ട് 8 വരെയാണോ എന്നൊരു ഡൗട്ട്.
और जब मुझे लिंक भेजा गया तो मैं उसे 2-3 बार देखने के लिए ऐसे मजबूर हुआ, क्योंकि 4 से लेकर 8 बजे तक इतना लंबा कोई मीटिंग होता है क्या। പിന്നീട് ദേവദാസനിലൂടെ അത് അറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. फिर उसके पश्चात प्रभु के दास ने जब उसके बारे में बताया तो मुझे बहुत आनंदित हुआ। प्रभु इस मंच को बहुत आयत से आशीष देने पाए। പ്രത്യേകിച്ച് ദൈവനിയോഗം അനുസരിച്ച് ശുശ്രൂഷിക്കുവാനുള്ള അവസരം പ്രിയ ദേവദാസൻ തന്നു. അതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. साथ साथ परमेश्वर की अगुवाई के अनुसार प्रचार करने के लिए प्रभु के दास ने ऐसा एक अवसर हमें दिया है, वो भी याद करते हुए प्रभु को धन्यवाद और स्तुति करता हूँ। മീറ്റിംഗ് 8 മണി വരെ ഉണ്ടല്ലോ. അന്നേരം ദൈവിക ശുശ്രൂഷയുള്ള ബന്ധത്തിൽ കർത്താവ് തരുന്ന സമയം അനുസരിച്ച് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. और ये जो मीटिंग है 8 बजे तक तो चलता है, इसलिए जैसे प्रभु अगुवाई देता है वैसे चलने के लिए मैं भी इच्छा करता हूँ। നിങ്ങളാരും ഭാരപ്പെടേണ്ട, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള സമയം കൂടെ തരും. आप कोई यहाँ पर चिंतित मत होना, इसके पश्चात प्रार्थना का भी अवसर हम आपको देंगे। ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് അല്പസമയം ദൈവവചനത്തിന് മുൻപാകെ ആയിരിക്കാം. प्रभु आप सभी को आशीष देने पाए। थोड़ा समय हम मिलकर वचन के साथ हम प्रभु की उपस्थिति में बैठेंगे। അതിനാധാരമായി ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 25-26 വാക്യങ്ങൾ. उसी के आधारित लूका रचित सुसमाचार 4 अध्याय उसके 25 और 26 आयतों को हम पढ़ेंगे। മലയാളത്തിൽ ഇവിടെ വായിക്കുന്നു. ഏലിയാവിന്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞിട്ട് ദേശത്തെങ്ങ് മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവമാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ സീദോനിലെ സരാപ്തയിലെ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കലേക്ക് ഏലിയാവിനെ അയച്ചില്ല. വളരെ സുപരിചിതമായ വേദഭാഗമാണ് ഇവിടെ വായിച്ചത്. हम सब जानने वाला एक वचन की आयतों को हमने यहाँ पर पढ़ा है। ഇതിൽ നിന്ന് നിങ്ങൾ ഒത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. मैं ये से समझता हूँ कि इसमें से बहुत सारे प्रचारों को आपने सुना होगा। എങ്കിലും പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച ഒരു ദൂതിലേക്ക് വളരെ വേഗത്തിൽ കടന്നു വരുവാൻ കർത്താവ് ശരണപ്പെടുന്നു. फिर भी प्रभु की आत्मा ने मुझे सौंपा हुआ एक संदेश की ओर मैं जल्दी से जल्दी जाने के लिए मैं कोशिश करता हूँ। പുതിയ നിയമ 27 പുസ്തകങ്ങളെ 4 ഭാഗങ്ങളായി നമുക്ക് തിരിച്ച് പഠനവിധേയമാക്കാം. नए नियम में 27 पुस्तकें हैं और इस 27 पुस्तकों को 4 विभागों में बांटेंगे तो हम उसे अच्छे से सविस्तार हम पढ़ सकते हैं, सीख सकते हैं। ആദ്യത്തെ 4 പുസ്തകങ്ങൾ സുവിശേഷങ്ങളാണ്. पहले 4 पुस्तकें जो हैं वे सुसमाचार का भाग है। യേശുക്രിസ്തുവിന്റെ ജനനം, ശുശ്രൂഷ, ഉയർത്തെഴുന്നേൽപ്പ്, അടക്കം ഇതെല്ലാം അതിനകത്ത് ക്രോഡീകരിക്കുന്നു. और यीशु मसीह का जन्म से लेकर यीशु मसीह की सेवकाई और यीशु मसीह की मृत्यु और उसके दफनाने की सारी बातों को उसी में समाया गया है। അതിനുശേഷം ചരിത്ര പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി. उसी के पश्चात ऐतिहासिक पुस्तक के रूप में प्रेरितों के काम को हम पढ़ पाते हैं। സഭയുടെ ആരംഭം, പരിശുദ്ധാത്മാവ് ദൈവദാസന്മാരിലൂടെ പ്രവർത്തിച്ച പ്രവർത്തന മേഖലകൾ എന്നിവ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുവാൻ കഴിയും. कलीसिया का आरंभ और किस प्रकार से परमेश्वर की पवित्र आत्मा ने प्रेरितों के द्वारा उसी में कार्य किया और किस प्रकार से उन्हें उपयोग किया, इस बारे में हम प्रेरितों के काम ये पुस्तक में पढ़ पाते हैं। അതിനുശേഷമുള്ള 21 ലേഖനങ്ങൾ, 14 ലേഖനങ്ങൾ പൗലോസിന്റെയും മറ്റ് 4 വ്യക്തികളുടെ 7 ലേഖനങ്ങളും, അങ്ങനെ 21 ലേഖനങ്ങൾ. और उसके पश्चात 21 पत्रियां हैं, उसी में पहले या उसी में कुल मिलाकर 14 पत्रियां जो हैं वो पौलुस के द्वारा लिखा हुआ है। और उसी के पश्चात 4 लेखकों के द्वारा 7 और पत्रियों को मिलाकर 21 पत्रियों को हम वचन में बाइबल में पढ़ते हैं। സഭയിൽ വിശ്വാസികൾ എങ്ങനെയായിരിക്കണം, യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തീയ ജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കണം എന്നുള്ള 21 ലേഖനങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിയും. और इन 21 पत्रियों में कलीसिया में एक विश्वासी किस प्रकार से होना है, एक विश्वासी की मूल जो है शिक्षाएं और उसकी जिम्मेदारियां क्या क्या हैं, इन सारी बातों को इन 21 पत्रियों में हम पढ़ पाते हैं।
27ാമത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം സഭയുടെ ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്നു. और 27वां पुस्तक जो प्रकाशित वाक्य हैं वे कलीसिया के भविष्य के बारे में बताया जाता है कि वो किस प्रकार का रहेगा। അതിൽ ആദ്യത്തെ 4 സുവിശേഷങ്ങളിൽ पहले 4 सुसमाचार की पुस्तकों में യേശുക്രിസ്തുവിന്റെ വിവിധ വ്യത്യസ്തമായ രീതിയിൽ യേശുക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നതായിട്ട് നമ്മൾ പഠിക്കുന്നു. और यीशु मसीह को अलग अलग रीति से यीशु मसीह के परिचय देते हुए या यीशु मसीह की शिक्षा देते हुए हम वहां पर पढ़ सकते हैं। മത്തായി സുവിശേഷത്തിൽ രാജാവായ ക്രിസ്തുവിനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. मत्ती के सुसमाचार में राजा वो मसीहा को वहां पर प्रदर्शित किया गया है। മർക്കോസ് സുവിശേഷത്തിൽ ദാസനായ ക്രിസ്തുവിനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. और मरकुस के सुसमाचार में यीशु मसीह को दास के रूप में वहां पर प्रस्तुत किया गया है। ലൂക്കോസ് സുവിശേഷത്തിൽ മനുഷ്യനായ ക്രിസ്തുവിനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. लूका रचित सुसमाचार में यीशु मसीह को मनुष्य के रूप में वहां पर प्रकट या प्रस्तुत कराया गया है। യോഹന്നാന്റെ സുവിശേഷത്തിൽ ദൈവപുത്രനായ ക്രിസ്തുവിനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. यूहन्ना का पुस्तक में वो यीशु मसीह को परमेश्वर का पुत्र इसके संबोधित करते हुए वहां पर उसे प्रस्तुत किया है। ഈ ലോകത്തിലേക്ക് വന്ന മനുഷ്യനായ അല്ലെങ്കിൽ ദൈവപുത്രനായി ഈ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യ ജഡമെടുത്ത യേശുക്രിസ്തുവിനെ ലൂക്കോസ് വളരെ വ്യക്തമായി വരച്ചു കാണിക്കുന്നു. और इस संसार में देहधारी होकर उतर आया हुआ वो यीशु मसीह को लूका रचित सुसमाचार में बहुत सुंदर रूप से उसी के बारे में वर्णन किया गया है। അതിന്റെ ഓരോ അധ്യായങ്ങളും വളരെ ഈടുറ്റ സുവിശേഷമാണ്. एक एक अध्याय लूका रचित सुसमाचार में बहुत गहरा संदेश को सुसमाचार को स्पष्ट दिखाता है। മറ്റു സുവിശേഷങ്ങളെക്കാൾ കുറച്ചുകൂടെ ചരിത്രപരമായ രേഖയാണ് ലൂക്കോസിന്റെ സുവിശേഷം. लूका रचित सुसमाचार में अन्य सुसमाचारों से यदि हमें तुलना करें तो बहुत ऐतिहासिक बातों को उसी में यहाँ जोड़ा गया है। ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങളിൽ അവിടെ വായിക്കുന്നു, സൂക്ഷ്മമായി പരിശോധിച്ച രേഖകളാണ് ലൂക്കോസ് തന്റെ സുവിശേഷത്തിലൂടെ ദൈവാത്മാവ് എഴുതിപ്പിക്കുന്നത്. और लूका रचित सुसमाचार 1, 2, 3 आयतों को यदि आप पढ़ेंगे तो वहां पर बहुत स्पष्ट रीति से लिखा गया है कि बहुत ध्यान से सोच समझकर ठीक ठीक क्रम अनुसार बातों को जांच करके लिखा हुआ या संग्रह किया हुआ एक पुस्तक है ये लूका का सुसमाचार का पुस्तक। മറ്റ് സുവിശേഷങ്ങളോടുള്ള ബന്ധത്തിൽ ഇത് കുറച്ചുകൂടെ ആധികാരിക സുവിശേഷമാണ്. और बाकी सुसमाचारों से संबंध में रखा जाए तो या तुलना किया जाए तो और बहुत सारी आधिकारिक बातों को यहाँ इस सुसमाचार में स्पष्ट रीति से बताया जाता है। ലൂക്കോസ് എന്ന വ്യക്തി പൗലോസിന്റെ സഹചാരിയാണ്. അപ്പോൾ തന്നെ അദ്ദേഹം ഒരു വൈദ്യനാണ് എന്ന് കൊലോസ്യ ലേഖനം പഠിപ്പിക്കുന്നു. कोलोसियों की पत्री में ये लूका के बारे में वर्णन किया गया है कि लूका जो था वो पौलुस के साथ यात्रा करने के लिए आमीन उसी के साथ एक सहकर्मी के रूप में कार्य करने के लिए साथ ही साथ वचन इस प्रकार से बताता है कि वो एक वैद्य भी था। ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ പ്രമേയം നമുക്കറിയാം. യോഹന്നാൻ സ്നാപകന്റെ ജനനവും യേശുക്രിസ്തുവിന്റെ ജനനത്തോടുള്ള വെളിപ്പാടുമാണ്. और लूका रचित सुसमाचार पहले अध्याय में यदि आप पढ़ेंगे तो आप ये बात को समझ पाते हैं कि उसकी रूपरेखा इस प्रकार से है कि यूहन्ना बपतिस्मा दाता देने वाले के विषय में साथ साथ यीशु मसीह का जन्म और उसके बालकपन के अनुभव के बारे में वहां पर बताया गया है। 2-ാം അധ്യായം യേശുക്രിസ്തുവിന്റെ ജനനവും യേശുക്രിസ്തുവിന്റെ വളർച്ചയുമാണ്. और दूसरा अध्याय जो है यीशु मसीह का जन्म के विषय और यीशु मसीह के आमीन किस प्रकार से उसके बचपन में पालन पोषण हुए उसी के विषय में बताया गया है। 3-ാം അധ്യായം യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയുടെ ആരംഭമാണ്. तीसरा अध्याय को हम देखेंगे तो यूहन्ना बपतिस्मा देने वाले का जो सेवकाई की शुरुआत किस प्रकार से है उसी के बारे में बताया गया है। 4-ാം അധ്യായം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആരംഭ സമയമാണ്.
चौथे अध्याय को हम पढ़ेंगे तो यीशु मसीह की सेवकाई के सबसे आरंभ की बातों को वहां पर बताया जाता है। ഇത്രയും ഞാനൊരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. ഇനി മെസ്സേജിലേക്ക് വളരെ വേഗത്തിൽ വരികയാണ്. यहाँ तक मैंने एक बड़ा रूपरेखा इस पुस्तक के बारे में दिया है और मैं आगे संदेश की ओर प्रवेश करना चाहता हूँ। നമ്മൾ വായിച്ച 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ हमने पढ़े हुए चौथे अध्याय में जब हम आते हैं, യേശുക്രിസ്തുവിന്റെ പ്രസംഗം യേശുക്രിസ്തു തുടങ്ങുകയാണ്. यीशु मसीह अपना सेवकाई में प्रचार कार्यों को वहां पर शुरुआत कर रहा है। ആദ്യത്തെ പ്രസംഗ വിഷയത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഇവിടെ വായിച്ചത്. पहले यीशु मसीह के संदेश या प्रचार में से एक भाग को हमने आज सवेरे यहाँ पर पढ़ा है। അത് പഴയ നിയമത്തിലെ കഥാപാത്രമായ ഏലിയാവിനോടുള്ള ബന്ധത്തിലാണ് കർത്താവ് പ്രസംഗിക്കുന്നത്. और ये पुराने नियम में एक बड़े कार्य किया हुआ एलिया के विषय में और एलिया से संबंधित बातों को यहाँ पर हम वचन में यीशु मसीह की प्रचार में हम पढ़ते हैं। കർത്താവ് അവിടെ പറയുകയാണ്, ഏലിയാവിനെ കർത്താവ് അയക്കുമ്പോൾ ഇസ്രയേലിൽ പല വിധവമാരുണ്ടായിരുന്നു, എന്നാൽ അവിടെ ആരുടെയും വീട്ടിലേക്ക് അയക്കാതെ സരാപ്തിയിൽ ഒരു വിധവയുടെ വീട്ടിലേക്ക് ഏലിയാവിനെ അയക്കുകയാണ്. और वहां पर इस प्रकार से उसके 26वें आयत में पढ़ते हैं कि जब एलिया को भेजा गया था तो सराफात में बहुत सारे विधवाएं थीं, परंतु केवल एक ही विधवा के पास उसे भेजा गया है। ഏലിയാവ് ആയിരുന്ന കെരീത് തോട്ടിൽ നിന്ന് സരാപ്തയിൽ ആ വിധവയുടെ അടുക്കലേക്ക് ചെല്ലണമെങ്കിൽ വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ 200 മൈൽ താണ്ടിയാണ് ഏലിയാവ് യാത്ര ചെയ്ത് അവിടെ എത്തുന്നത്. एलिया जिस स्थान में पहले थे वहां से यदि उस विधवा के पास तक उसे पहुंचना है तो इतिहासकार इस प्रकार से बताते हैं कि लगभग 200 मील दूर यात्रा करके उसे उस विधवा के पास जाना था। ഈ യാത്രയിൽ താൻ യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി ഒത്തിരി വിധവമാരുടെ വീടുകൾ ഉണ്ടായിരുന്നു. और ये यात्रा करने के दौरान वहां उस नगर में या उस क्षेत्र में और भी बहुत सारी विधवाओं के घर वहां पर रहे हैं। ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേലിൽ ഇഷ്ടം പോലെ വിധവമാരുണ്ടായിരുന്നു. परमेश्वर का आमीन जो अपना देश है, अपना स्थान है, इज़राइल में भी बहुत सारी विधवाओं को वहां पर उन दिनों में पाए जाते थे। എന്നാൽ ആ വീടുകളിലൊന്നും കയറാതെ സരാപ്തയിൽ ഒരു വിധവയുടെ വീട്ടിലേക്ക് ഏലിയാവിനെ കർത്താവ് അയക്കുകയാണ്. परंतु उन कोई भी जगहों में ना जाते हुए, उन कोई भी विधवाओं के घर में ना प्रवेश करते हुए सराफात में एक विधवा के घर में उसे परमेश्वर भेजता है। ഇത്രയും ദൂരം സഞ്ചരിച്ച് ആ വീട്ടിലേക്ക് എന്തിന് ഏലിയാവിനെ വിട്ടു? इतनी दूर यात्रा करते हुए उस घर के और या उस विधवा के घर तक क्यों परमेश्वर ने एलिया को भेजा था? ഇവിടെ നിന്ന് കർത്താവിനോട് ഞാൻ ചോദിച്ചപ്പോൾ കർത്താവ് എനിക്ക് 3 ഉത്തരമാണ് തന്നത്. यहाँ पर मैं परमेश्वर को आमीन ये सवाल को जब पूछा तो परमेश्वर ने मुझे यहाँ 3 उत्तर उस विषय के संबंधित दिया है। ആ 3 ചിന്തയിലേക്ക് വളരെ വേഗത്തിൽ വരുന്നു. और वो 3 आमीन जो विचार है उसी के पास मैं जल्दी से जल्दी आना चाहता हूँ। നമ്മുടെ ചിന്ത മറന്നു പോകരുത്. എന്തുകൊണ്ടാണ് ഏലിയാവിനെ സരാപ്തയിൽ ഒരു വിധവയുടെ വീട്ടിൽ അയച്ചത്? हमारी जो मुख्य विचार है उसे भूलना नहीं है कि परमेश्वर ने क्यों एलिया को सराफात के उस विधवा के घर में भेजा था। അതിൽ ഒന്നാമത്തെ കാര്യം, ദൈവദാസനായ ദൈവത്തിന്റെ വാക്കനുസരിച്ച് ഏലിയാവിനെ പോറ്റേണ്ടത് ദൈവത്തിന്റെ വിശ്വസ്തതയായിരുന്നു. उससे पहले बात हमें बात समझ में आता है कि जो परमेश्वर के दास एलिया जिसने परमेश्वर की बातों को सुनकर अपने कार्यों को किया, उसी को देखभाल करने का, उसी का पालन पोषण करने का जिम्मेदारी वो परमेश्वर का रहा है। 1 രാജാക്കന്മാർ 17-ാം അധ്യായം മുതൽ ഏകദേശം 2 രാജാക്കന്മാർ 2-ാം അധ്യായം വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു ചരിത്രമാണ് ഏലിയാവിനുള്ളത്. और एक राजा, पहला राजा 17 अध्याय से लेकर दूसरा राजा दूसरा अध्याय तक का एक लंबा इतिहास एलिया और उसके सेवकाई के संबंधित हम वचन में पाते हैं। എന്നാൽ 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ
हम जब एलिया के विषय में पहले राजा 17 अध्याय के पहले आयत में जब हम आते हैं, എന്തുകൊണ്ടാണ് ദൈവം ഏലിയാവിനെ ഉപയോഗിച്ചത് എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. एलिया को परमेश्वर ने क्यों अपनी सेवकाई में उपयोग कराया, इसी के बारे में वहां पर पढ़े तो हम ये बात को समझ पाएंगे. എന്നാൽ ഏലിയാവിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് ഒരു ചരിത്രമില്ലെങ്കിലും നമുക്ക് ചില വേദഭാഗങ്ങളിൽ നിന്ന് ഏലിയാവിന്റെ സ്വഭാവം, ഏലിയാവിന്റെ ഡ്രസ്സ്, ഏലിയാവിന്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. एलिया के बारे में बड़े परिचय तो वचन में दिया नहीं है, परंतु हम कुछ आयतों को पढ़ेंगे तो एलिया के स्वभाव और एलिया का चरित्र और एलिया का वेशभूषा किस प्रकार का था, इनके इत्यादि बातों को हम वचन से समझ पाएंगे. എന്നാൽ എല്ലാ ഭാഗത്തേക്ക് ഞാൻ വരുന്നില്ല, അതിൽ ഒരു ഭാഗത്തേക്ക് വളരെ വേഗത്തിൽ ഞാൻ വരികയാണ്. मैं सारी भाग के वचन के भाग की ओर जाना नहीं चाहता हूं, परंतु एक वचन की ओर मैं अपने ध्यान को लेकर चलूंगा. അത് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നില്ലെങ്കിലും, ആ വേദഭാഗങ്ങളിൽ കാണുവാൻ കഴിയുന്നില്ലെങ്കിലും, ये वचन या ये जो विचार है उन वचनों में हम देख नहीं पाते हैं, तो भी യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ വരുമ്പോൾ याकूब की पत्री 5 अध्याय 17वें आयत की ओर हम जब जाते हैं, പ്രാർത്ഥനയുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഏലിയാവിനെ എടുക്കുകയാണ്. प्रार्थना का एक सुंदर उदाहरण के रूप में एलिया को वहां पर उपयोग किया गया है. എന്തുകൊണ്ടാണ് ഏലിയാവിനെ കർത്താവ് ഉപയോഗിച്ചത് എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ये परमेश्वर ने एलिया को किस कार्य के लिए उपयोग किया है, यदि वो एक शब्द में कहने के लिए बोला जाए तो അതിന്റെ പിന്നിൽ തന്റെ പ്രാർത്ഥനയാണ് ദൈവം തന്നെ ഉപയോഗിച്ചത്. उसके पीछे एलिया की प्रार्थना का एक स्वभाव था, इसीलिए परमेश्वर ने उसे अपने कार्यों के लिए उपयोग किया. അന്ന് വരെയുള്ള ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ उन दिनों तक का इतिहास को यदि आप ढूंढे या शोध करें तो ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട പ്രവാചകനാകട്ടെ, ന്യായാധിപന്മാരാകട്ടെ, ആര് തന്നെയാകട്ടെ, അവർക്ക് ശക്തമായ ചരിത്രം ഉണ്ടായിരുന്നു. परमेश्वर के द्वारा उपयोग किए हुए भविष्यवक्ता हो या न्यायी हो या कोई भी क्यों ना हो, उनके पीछे एक बड़ा इतिहास आमीन उनके बारे में बताया गया है. അവർക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. उनका अच्छा पृष्ठभूमि होती थी. നല്ല കുടുംബത്തിൽ ജനിച്ച, നല്ല കുലത്തിൽ ജനിച്ച വ്യക്തികളെയാണ് കർത്താവ് ഉപയോഗിച്ചത്. अच्छे परिवारों में जन्म लिया हुआ, अच्छे कुल में से आए हुए लोगों को परमेश्वर ने उपयोग किया था. എന്നാൽ ഏലിയാവിനെ പരിചയപ്പെടുത്തുമ്പോൾ തന്റെ കുടുംബത്തെയോ തന്റെ മാതാപിതാക്കളെയോ തന്റെ യാതൊരു ബാക്ക്ഗ്രൗണ്ടും 17-ാം അധ്യായത്തിൽ കാണാൻ കഴിയത്തില്ല. परंतु एलिया को जब परमेश्वर ने उपयोग किया तो परमेश्वर ने एलिया के बारे में ना तो कोई परिवार के बारे में वर्णन किया गया है, ना कहीं कहां से कौन से पृष्ठभूमि से आए हैं, इत्यादि बातों को 17वें अध्याय में कहीं पर भी बताया नहीं जा रहा. ഇന്ന് ഈ പകലിൽ പ്രാരംഭമായ ഒരു ദൂത് അതിനകത്ത് നിന്ന് ഞാൻ പറഞ്ഞു മുൻപോട്ട് പോകാം. आज सुबह के समय में प्राथमिक रूप से पहले एक संदेश को बोलकर मैं आगे बढ़ना चाहता हूं. നമ്മുടെ കുടുംബത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടോ, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടോ, നമ്മുടെ നല്ല ബാക്ക്ഗ്രൗണ്ട് കൊണ്ടോ അല്ല കർത്താവ് നമ്മളെ ഉപയോഗിക്കുന്നത്. और हमारी परिवार की श्रेष्ठता से या हमारी पढ़ाई की जो उन्नति है उसी के वजह से या हम कहाँ से आते हैं इत्यादि कारणों के द्वारा नहीं है जो परमेश्वर अपनी सेवकाई में हमें उपयोग करता है. നമുക്ക് വേണ്ടി നമുക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും ഇന്ന് പകൽ ആരാണോ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നത്, അവരെ കൊണ്ട് അസാധാരണമായ ദൈവപ്രവൃത്തി ചെയ്യിപ്പിക്കാൻ ഇന്നും നമ്മുടെ ദൈവത്തിന് കഴിവുണ്ട്. हमारे जीवन में या हमारे पीछे एक अच्छे पृष्ठभूमि नहीं है तो भी आज सुबह के समय में जो प्रभु के हाथों में अपने जीवन को समर्पित करते हैं, उन्हीं को प्रभु अपने कार्यों के लिए उपयोग करने के लिए वो सामर्थी प्रभु हैं. നമ്മുടെ വിദ്യാഭ്യാസം അതിന് ഒരുപക്ഷെ കുറഞ്ഞ വിദ്യാഭ്യാസമായിരിക്കാം, അല്ലെങ്കിൽ നല്ല നല്ല ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പറയാൻ കാണത്തില്ല. എങ്കിലും ഏലിയാവിന്റെ ചരിത്രം അതാണ് പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് നമ്മളെ ഉപയോഗിക്കും.
हो सकता है कि हमारी पढ़ाई लिखाई जो है इतनी बड़ी नहीं होंगे, या हमें कोई अच्छा पृष्ठभूमि कहने के लिए नहीं होगा, परंतु जिस प्रकार परमेश्वर ने एलिया को उपयोग किया, वो परमेश्वर आज हमें भी उपयोग करने के लिए वो सामर्थी प्रभु हैं। ജസ്റ്റ് ഒരു സ്ഥലപ്പേര് മാത്രം പറഞ്ഞ് പരിചയപ്പെടുത്തിയാണ് ഏലിയാവ് ശുശ്രൂഷയിലേക്ക് കടക്കുന്നത്. केवल एक जगह के नाम के बारे में एक छोटा परिचय देते हुए एलिया अपनी सेवकाई में प्रवेश करता है। രണ്ട് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ താൻ 50-ാമത്തെ വയസ്സിലാണ് തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. दूसरा, वचन में जानकार लोग इस प्रकार से कहते हैं कि एलिया ने अपने 50 उम्र में या 50वीं उम्र में प्रभु की सेवकाई में उसने अपने कार्यों को शुरुआत किया है। നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏകദേശം നമ്മളെ കൊണ്ടൊക്കെ ഉപയോഗിക്കുന്ന സമയത്തിന് അപ്പുറത്ത്, അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന പ്രതീക്ഷയൊക്കെ കഴിഞ്ഞിട്ടാണ് ഏലിയാവിനെ കർത്താവ് ചരിത്രത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. यदि हमारी भाषा में बोला जाए तो हमारे जीवन को आमीन, जब हमसे जब कुछ हो नहीं पाता है या हमारी सारी क्षमताएं घट चुकी होती हैं, ऐसे एक समय में, ऐसे एक दौरान परमेश्वर ने एलिया को अपने बड़ी कार्यों के लिए उपयोग करने के लिए चुना था। ഈ 50 വയസ്സ് വരെ ഏലിയാവ് എന്താ ചെയ്ത്, എവിടെ ആയിരുന്നു, എങ്ങനെയായിരുന്നു തന്റെ ശുശ്രൂഷ, ഒന്നും ദൈവവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. इस 50 उम्र तक एलिया कहाँ था, एलिया कहाँ सेवकाई करता था, वो कहाँ पर वास करता था, इसके बारे में कोई भी प्रकार की आमीन बातों को, जानकारियों को दिया गया नहीं है। എന്നാൽ ഏലിയാവിനെ കുറിച്ച് താൻ എന്ത് ചെയ്തുകൊണ്ടിരുന്നു എന്ന് രേഖപ്പെടുത്തിയ ചില വേദഭാഗങ്ങളുണ്ട്. परंतु एलिया के विषय में उसने उस समय तक क्या करते रहा है, इसके बारे में कई वचनों के अंदर से हम सबूतों को निकाल सकते हैं। അതിലൊന്നാണ് താൻ പ്രാർത്ഥിക്കുകയായിരുന്നു എന്നതിന് ഒത്തിരി തെളിവുകളുണ്ട്. और उसमें पहली बात है कि वो प्रार्थना करने वाला व्यक्ति था। इसके बारे में बहुत सारे वचनों का सबूत को हम बता सकते हैं। നോക്കിക്കേ, ഈ 50 വയസ്സ് വരെ, തനിക്ക് പ്രായമായ സമയം മുതൽ 50 വയസ്സ് വരെ എവിടൊക്കെയോ താനിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. देखिए, ये जन्म होने से लेकर अपने 50वीं उम्र तक वो कहीं ना कहीं परमेश्वर के साथ एक गहरे संबंध में, प्रार्थना के अनुभव में वो बैठा रहता था। ഏലിയാവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് എങ്ങനെ മനസ്സിലാക്കാൻ നമുക്കറിയാം. കർമ്മേലിന്റെ മലമുകളിൽ മുട്ടുകളുടെ ഇടയിൽ തലയിട്ട് പ്രാർത്ഥിക്കുന്ന തന്റെ പ്രാർത്ഥനയുടെ ശൈലി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. और एलिया के बारे में, एलिया के प्रार्थना के बारे में हम कैसे समझ पाते हैं, क्योंकि वचन में इस प्रकार से एक जगह में बताया जाता है कि करमेल की चोटी पर चढ़कर दोनों घुटनों के बीच में अपने सर को डालकर वो किस प्रकार गहरे रूप से परमेश्वर के साथ वो प्रार्थना करते थे। ഞാൻ അതിപ്പോ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കും ചെയ്യാൻ കഴിയത്തില്ല, എനിക്കും ചെയ്യാൻ കഴിയത്തില്ല. കാരണം അത് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ആ ലെവൽ വന്നാലേ നമുക്കത് ചെയ്യാൻ കഴിയത്തുള്ളൂ. यदि आपसे ऐसे करने के लिए कहा जाए तो ना आप कर पाओगे, ना मैं कर पाऊंगा, क्योंकि ऐसा एक आमीन मुद्रा में हमें पहुंचना है तो हमारे जीवन में ऐसे निरंतर कार्य करने की एक प्रणाली हमारे पास में होना जरूरी है। और ऐसा एक एलिया का अनुभव रहा है। ഒരു 15 വയസ്സുള്ള കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ അവർ ഒരുപക്ഷെ ട്രൈ ചെയ്യും, ശ്രമിക്കാൻ കഴിയും. എന്നാൽ 38 വയസ്സുള്ള എന്നോട് പറഞ്ഞ് എനിക്ക് ഒരുപക്ഷെ ട്രൈ ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നാൽ ഏലിയാവ് അവിടെ നിൽക്കുമ്പോൾ 50 വയസ്സിന് മുകളിലുണ്ട്. ആ മനുഷ്യനോട് പറഞ്ഞാൽ, 50 വയസ്സ് മുകളിലുള്ളവരോട് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. एक 15 साल के एक बालक को ऐसे बैठने के लिए कहें तो वो शायद कर पाएंगे, लेकिन 38 साल का मुझसे यदि कहे तो शायद मेरे से ऐसा संभव हो पाएगा। परंतु आप एलिया को देखिए, 50 उम्र में भी वैसे मुद्रा में बैठकर प्रार्थना करने का एक अनुभव या एक प्रशिक्षण उसने अपने जीवन में पाया था। എന്നാൽ താൻ ദൈവവചനത്തിനകത്ത് വെളിപ്പെടുന്നതിന് മുൻപേ തന്റെ പ്രാർത്ഥനയുടെ ശൈലി അതായതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് തനിക്ക് അവിടെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു.
वो परमेश्वर के वचन में प्रकट होने से पहले अपने जीवन शैली और प्रार्थना का अनुभव उसका ऐसा रहा, इसलिए बहुत आसानी से वे उन समय में भी प्रार्थना उस मुद्रा में वे कर पाए। അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, ഏലിയാവ് ഈ 50 വയസ്സ് വരെ എന്ത് ചെയ്യുകയായിരുന്നു? എവിടൊക്കെയോ മറഞ്ഞിരുന്ന്, ആരുടെയും കണ്ണിൽപ്പെടാതെ, ആരെയും മുമ്പിൽ പെടാതെ എവിടൊക്കെയോ ഇരുന്ന് തന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. तो यदि हम उससे ऐसे पूछे कि इतने 50 उम्र तक एलिया कहाँ पर रहा है, तो इस प्रकार से हम कह पाएंगे कि कहीं ना कहीं लोगों की नजर में आने से छुपकर एलिया अपने जीवन में परमेश्वर के साथ निरंतर उन दिनों में प्रभु से प्रार्थना के साथ अनुभव में रहा है। ഏലിയാവിന്റെ മറ്റൊരു ക്യാരക്ടറാണ്, ഏലിയാവ് ഏറ്റവും കൂടുതൽ താമസിച്ചതും നിന്നതുമെല്ലാം ഗുഹകളിലായിരുന്നു, ഗുഹകളിൽ. और दूसरी बात एलिया का एक चरित्र में आता है, वो यह है कि एलिया उन दिनों में गुफाओं में वास करने वाला एक व्यक्ति रहा। അങ്ങനെയാണെങ്കിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ എവിടൊക്കെയോ മറഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ് ഏലിയാവ്. ऐसा है तो किसी के नजर में ना पड़ते हुए छुप कर बैठकर प्रार्थना करने वाला एक व्यक्ति था एलिया। ഇന്ന് രാത്രി, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, ആരും കാണാതെ എവിടൊക്കെയോ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ റിസൾട്ട് പരസ്യമാക്കി കർത്താവ് മാനിക്കാൻ പോകുകയാണ്. आज सुबह के समय में पवित्र आत्मा में एक बात को मैं कहना चाहता हूं कि आप यदि कोई ना देखे हुए ऐसे छुपकर प्रार्थना करने के अनुभव में आप रहेंगे, तो उन प्रार्थनाओं का उत्तर परमेश्वर प्रकट में सब लोगों के सामने देने का समय निकट आ रहा है। मैं आपसे ये बात को कहता हूं। ഏലിയാവ് മുട്ടുമടക്കിയതും കരഞ്ഞതും പ്രാർത്ഥിച്ചതും ലോകത്തിൽ ആരും അറിഞ്ഞില്ലെങ്കിലും ഉയരത്തിലെ ദൈവത്തിന്റെ സമയമായപ്പോ അവനെ പരസ്യമാക്കിയെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, എവിടൊക്കെയോ ആരൊക്കെയോ ഇരുന്ന് കരയുന്ന ആ പ്രാർത്ഥനയുടെ റിസൾട്ടുകളെ പരസ്യമാക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. एलिया अकेले में बैठकर जब प्रार्थना किया और परमेश्वर की उपस्थिति में अपने समयों को बिताया, और उन प्रार्थना के फलस्वरूप परमेश्वर ने उसे प्रकट में सब लोगों के सामने आमीन उसे प्रभु के कार्यों के लिए उपयोग किया, तो आज सुबह के समय में आपसे कहना चाहूंगा कि आप में से कई लोग आमीन लोगों को ना बताते हुए छुपके से प्रार्थना करने वाली जो भी प्रार्थना का विषय है उसका उत्तर परमेश्वर सबके बीच में प्रकट में आपके बीच में देगा। ഈ പകൽ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ പറയാൻ എനിക്കൊരു നിയോഗം തരുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകൾ വെറുതെ അല്ല, ആരും കാണാതെ ഒരുപക്ഷെ ഒറ്റയ്ക്ക് റൂമിനകത്ത് ഇരുന്ന് കരഞ്ഞത്, പ്രാർത്ഥിച്ചത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയുകയാണ്, ദൈവത്തിന്റെ സമയമാകുമ്പോ ദൈവം അത് പുറത്തു കൊണ്ടുവരത്തക്ക രീതിയിൽ ദൈവത്തിന്റെ കരം ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. आज सुबह परमेश्वर की आत्मा मुझे इसे बोलने की अगुवाई दे रहा है कि पिछले दिनों में, पिछले समयों में आपने कोई ना देखे हुए अवस्था में आपने जो भी विषयों के लिए, आपके व्यक्तिगत विषय हो, आपके सामूहिक विषयों के लिए आपने जो भी प्रार्थना किया है, परमेश्वर इन दिनों में अपना समय पर अपने कार्यों को सबके बीच में वो प्रकट रूप में लेकर आएगा। കഴിഞ്ഞ നാളുകളിൽ ആരും കാണാതെ ദൈവത്തിന് വേണ്ടി ചെയ്തത്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചത്, കരഞ്ഞത്, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് ഒരു ദൂതായി പറയുന്നു, വളരെ ആഴമായി ഞാൻ വിളിച്ചു പറയുകയാണ്, അതിന്റെ ദൈവത്തിന്റെ സമയമാകുമ്പോ, അത് നിങ്ങളുടെ ടൈമിലല്ല, ദൈവത്തിന്റെ സമയമാകുമ്പോ എല്ലാവരും കാണുന്ന രീതിയിൽ, എല്ലാവരും കാണത്തക്ക രീതിയിൽ നിങ്ങളെ പരസ്യമാക്കി നിർത്തുന്ന ദൈവത്തിന്റെ കരം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. पिछले समयों में कोई ना देखे हुए अवस्था में भी आपने जो लोगों को सहायता किया, आपने जो सेवकाई में हाथ बढ़ाए, उन सब के लिए पवित्र आत्मा बड़े स्पष्ट रीति से बात को कह रहा है कि आपको उसी के समय में, आपके समय में नहीं, वो परमेश्वर के सही समय पर वो आपके जीवन में अपने प्रतिफल से भर देगा, और वो समय बहुत निकट आ गया है। എനിക്ക് അവിടെ നിന്ന് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഞാൻ ചോദിക്കട്ടെ. 17-ാം അധ്യായത്തിൽ ഏലിയാവിനെ പരിചയപ്പെടുത്തിയതാരാ? ശുശ്രൂഷ പിടിച്ചു കൊടുത്തതാരാ? ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്നതാരാ? ഒറ്റ മനുഷ്യരുമല്ല, എവിടെയോ ഇരുന്ന് പ്രാർത്ഥിച്ചവനെ സമയമായപ്പോ ദൈവം പുറത്തു കൊണ്ടുവന്നെങ്കിൽ, ഇന്ന് പകൽ ദൈവാത്മാവ് ഞാൻ വളരെ ആഴമായി വിളിച്ചു പറയുന്നു, കർത്താവിന്റെ ടൈമിൽ ഒറ്റ മനുഷ്യർ നമുക്ക് വാതിൽ ഒരുക്കിയില്ലെങ്കിലും കർത്താവിന്റെ ടൈം ആകുമ്പോ സകല വാതിലുകളും തുറക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഇതിനകത്ത് ചലിക്കുന്നുണ്ട്.
और आमीन, मैं आपसे एक और बात उस वचन में रहकर बताता हूं कि 17वें आयत में आप यदि एलिया के बारे में देखें तो एलिया को परिचय कराने वाला कौन था, एलिया को सेवकाई में लेकर आने वाला कौन था। यदि ऐसे पूछे तो हम वचन से बहुत स्पष्ट रीति से देखते हैं कि कोई ना देखते हुए प्रार्थना करने वाले अनुभव में जब एलिया रहा तो सही समय पर सही वक्त पर परमेश्वर ने उसे अपने कार्यों के लिए बुलाया, ना कोई मनुष्य की सहायता से, ना कोई मनुष्य की सिफारिश से, परंतु परमेश्वर स्वयं उसे अपनी सेवकाई के लिए, अपने कार्यों को प्रकट कराने के लिए प्रभु ने उसे खड़ा किया। ഒരു മനുഷ്യന്റെ നല്ല ഉറക്കത്തിന് ടൈമാണ് 3 തൊട്ട് 6 വരെ. ആ ടൈമിൽ നിങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, ഒറ്റ മനുഷ്യർ ആ വിഷയത്തിനകത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറന്നു തന്നില്ലെങ്കിലും, ഒറ്റ മനുഷ്യരുടെ കരം അതിന്റെ മേൽ വെളിപ്പെട്ടില്ലെങ്കിലും, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തെ ഏറ്റെടുത്ത് അതിന്റെ മേഖലകൾ കർത്താവ് തുറക്കാൻ പോകുകയാണ്. और आमीन, अक्सर एक व्यक्ति जो है आमीन अच्छे से सोने वाला एक समय है जो 3 बजे से लेकर 6 बजे तक का समय, लेकिन आप में से जितने भी लोग उन समय में बैठकर जो प्रार्थना करते हैं वो प्रार्थना का उत्तर, वो परमेश्वर जो स्वर्ग में है वो आपको अपने आमीन समय पर वो अपने प्रार्थनाओं का उत्तर देगा। और वो कोई मनुष्य यदि सहायता करे या ना भी करे तब भी परमेश्वर उसे आपके लिए प्रकट करने के लिए वो समय निकट है और वो सामर्थी प्रभु हैं। ഒത്തിരി വാതിലുകൾ മുട്ടി അടഞ്ഞു പോയ ചില വിഷയങ്ങൾ നോക്കി ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് തന്ന നിയോഗത്തിനകത്ത് ഞാൻ പറയാം, ഒറ്റ മനുഷ്യരും നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നില്ലെങ്കിലും ഇന്ന് പകൽ ഇവിടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപ ചില വാതിലുകളെ കർത്താവ് തുറക്കുകയാണ്. और आमीन, एक और बात प्रभु की आत्मा की अगुवाई में मैं कहना चाहता हूं कि कोई भी आपके लिए द्वार खोले या ना भी खोले, परंतु आपने जिस बातों के लिए परमेश्वर के सामने दुहाई दिया है, प्रार्थना विनतियों को रखा है, वो परमेश्वर आपके लिए द्वारों को खोलने के लिए वो सामर्थी प्रभु हैं। ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ പറയാം, സഹായിക്കാൻ വേണ്ടി സഹായിക്കണേ എന്ന് പറഞ്ഞ് നിങ്ങൾ വ്യക്തിയുടെ അടുക്കൽ പോകാതെ ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്ക്. ചില സഹായങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് വരത്തക്ക രീതിയിൽ കാര്യങ്ങളെ തിരിക്കാൻ ഇവിടെ ചലിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. आज सुबह के समय में पवित्र आत्मा में मैं आपसे कहना चाहता हूं कि आप किसी के बीच में सहायता मांगने के लिए ना जाना है, परंतु आप स्वयं परमेश्वर के पास सहायता के लिए यदि प्रार्थना करे, विनती करे, तो सहायता का हाथ पहुंचाने वाला परमेश्वर इन दिनों में आपके बीच में कार्य करने जा रहा है। ഒരു പക്ഷേ ഞാൻ ഏലിയാവിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഞാൻ ചോദിച്ചേനെ, കർത്താവെ കഴിഞ്ഞ ഇത്ര വർഷമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുക, ഈ ഗുഹയ്ക്കകത്ത് പ്രാർത്ഥിച്ച് ഇവിടെ തന്നെ ഒതുങ്ങി പോകുമോ? ദൈവത്തിന് പറയാനുള്ള ഒരു ആൻസർ ഉണ്ട്, പ്രാർത്ഥിക്കുന്നവൻ ഒതുങ്ങത്തില്ല, സമയമാകുമ്പോൾ അവൻ പുറത്തു വന്നിരിക്കും. और एक और बात, मैं एलिया के विषय में मैं प्रभु से इस प्रकार से पूछता था तो इस प्रकार से प्रभु का वचन मुझे बताया कि एलिया यदि परमेश्वर के सामने कह रहा है, प्रभु मैं कितने समयों से आमीन मैं इस गुफा के अंदर बैठकर प्रार्थना करता हूं, क्या मेरा जीवन यहीं पर खत्म हो जाएगा क्या? तो परमेश्वर की वचन उससे कहता है कि प्रार्थना करने वाले को कभी भी खत्म होने में नहीं दूंगा, अपने कार्यों को उसके जीवन से प्रकट कर कर ही वो रहेगा। പ്രാർത്ഥിക്കുന്നവനെ അറിയുന്ന ഉയരത്തിൽ ഒരു കർത്താവുണ്ട്. प्रार्थना करने वाले के प्रति जानकारी रखने वाला एक स्वर्ग का परमेश्वर है। ഏലിയാവ് നോട്ടീസ് അടിച്ചില്ല, ഏലിയാവ് ഒരു പരസ്യം കൊടുത്തില്ല, ഒന്നും ചെയ്തില്ല. എവിടെയോ മാറിയിരുന്ന് ഏതൊക്കെയോ വനാന്തരത്തിനകത്തിരുന്ന് പ്രാർത്ഥിച്ചവനെ കർത്താവിന്റെ സമയമായപ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, കർത്താവിന്റെ ടൈം ആകുമ്പോ ചിലരെ പരസ്യമാക്കുന്ന, എത്ര അടച്ച വഴിയാണെങ്കിലും എത്ര ഒതുങ്ങിപ്പോയ മേഖലയാണെങ്കിലും ഇന്ന് പകൽ ആ വഴികളെ തുറന്ന് ചരിത്രത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തിന്റെ കരം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. आमीन, एलिया ने कहीं पर भी किसी को पर्चा नहीं दिया, कहीं पर भी कोई प्रचार का सभा नहीं चलाया, परंतु समय पर यदि एलिया को परमेश्वर ने अपनी सेवकाई के लिए बाहर लेकर आए तो आज सुबह के समय में पवित्र आत्मा में मैं आपसे कहना चाहता हूं कि आपको समय पर आप जो भी स्थिति में पड़े हुए हैं, हो सकता है कि आप अपने आप में कह रहे होंगे कि मैं यहां से बाहर नहीं निकल पाऊंगा, लेकिन परमेश्वर आप कोई
भी स्थिति में क्यों ना हो, वहां से बाहर ले आने के लिए और उसकी सेवकाई में आपको उपयोगी बनाने के लिए वो प्रभु सामर्थी परमेश्वर है। ഒന്നുകൂടെ ഞാൻ അടിവരയിട്ട് പറയുന്നു, അതിന് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടോ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ വയസ്സോ ദൈവത്തിന് വിഷയമല്ല. ഇന്ന് രാത്രി ഇന്ന് പകൽ ആര് സമർപ്പിക്കുന്നു, ആര് പ്രാർത്ഥനയോടെ ഈ ദൂതേറ്റെടുക്കുന്നു, ഇന്ന് പകൽ അവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, സമയം കഴിഞ്ഞിട്ടില്ല. അസാധ്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ഈ പകൽ വചന ശുശ്രൂഷയ്ക്കകത്ത്, ചില കുടുംബങ്ങൾക്കകത്ത്, ചില മിനിസ്ട്രിക്കകത്ത് കർത്താവിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. एक और बार मैं बड़े स्पष्ट रीति से बातों को बताना चाहता हूं कि परमेश्वर के कार्यों को करने के लिए कोई आपकी पृष्ठभूमि की जरूरत नहीं है, कोई आपके पढ़ाई लिखाई की आवश्यकता नहीं है, ना कोई आपका उम्र मायने रखता है। जो परमेश्वर की उपस्थिति में इंतजार करते हैं, प्रार्थना करते हैं, उसे परमेश्वर अपने कार्यों को में उपयोगी बनाने के लिए, प्रभु के कार्यों में उसे आमीन ले आने के लिए परमेश्वर सामर्थी प्रभु है। जो विश्वास करेंगे, जो इसको अपनाएंगे, उसको परमेश्वर आने वाले दिनों में अपने बड़े कार्यों में उपयोग करेगा। ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാനൊരു പാസ്റ്ററുടെ മകനല്ല, ഞാന് ദൈവമായിട്ട് അത്രയും നല്ല ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്കില്ല, ഞാൻ എങ്ങനെ ശുശ്രൂഷയിൽ വരും, ആര് കൊണ്ടുവരും എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, ദൈവത്തിന്റെ സമയമാകുമ്പോ ദൈവത്തിന്റെ മുമ്പിൽ, നമ്മുടെ മുമ്പിൽ ദൈവത്തിന് സകല വഴികളും തുറക്കാൻ കഴിയും. ഇന്ന് പകൽ ഞാൻ ഈ വചനത്തിൽ നിന്ന് വളരെ ആത്മാർത്ഥമായി പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ അടയപ്പെട്ട സകല വഴികളും ഇന്ന് പകൽ കർത്താവിന് തുറക്കാൻ കഴിയും. അതിന് യാതൊന്നും വിഷയമല്ല. ഇന്ന് രാത്രി ഇന്ന് പകൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് ഇരിക്കുക. ദൈവം വഴി തുറക്കാൻ വിശ്വസ്തനാണ്. आमीन। प्रभु के दास जब बाइबल कॉलेज में पढ़ाई कर रहे थे तब इस प्रकार से वो सोचते थे कि वो ना तो कोई पासबान का बेटा है, ना तो उनके पास बड़े आत्मिक अनुभवों का कोई बड़ी सूची उनके जीवन में नहीं है। आमीन। वे आमीन सेवकाई में कैसे बढ़ेंगे, कौन मुझे लेकर चलेगा, कौन मुझे अवसरों को देगा, इत्यादि बातों को जब सोच कर रहने के समय में प्रभु की आत्मा ने इस प्रकार से कार्य किया कि किसी व्यक्ति या किसी लोगों के जरूरत प्रभु को नहीं रहती। परमेश्वर की उपस्थिति में जो इंतजार करते हैं, जो प्रभु में समर्पित रहते हैं, उन्हें उपयोग करने के लिए, उन्हें बाहर ले आने के लिए वो परमेश्वर सामर्थी प्रभु हैं। പാസ്റ്ററിനോട് അനുഭവം പറയണമെന്ന് പറഞ്ഞു, പക്ഷെ ഞാനത് പറയാൻ പോയാൽ ഇന്ന് സമയം അതിൽ കൂടുതൽ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇനി ഒരു അവസരം കർത്താവ് തന്നാൽ ഞാൻ അത് പറയുന്നതായിരിക്കും. എങ്കിലും ഒരു കാര്യം പറയാം, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളാണ് ആദ്യമായിട്ട് വിശ്വാസത്തിൽ വരുന്നത്. ബാക്കിയുള്ളവരെല്ലാം യാക്കോബയിലാണ്. എന്റെ പപ്പ തികഞ്ഞ മദ്യപാനിയാണ്. ആ സാഹചര്യത്തിനകത്ത് നിന്നാണ് കർത്താവ് ഈ ശുശ്രൂഷയിലേക്ക് എന്നെ വിളിച്ചത്. और प्रभु के दास ने मुझे अपने आमीन जीवन चरित्र को बताने का एक समय को उन्होंने कहा था, परंतु मैं आपके बीच में यदि बोलते रह जाए तो समय बहुत चले जाएंगे। यदि प्रभु एक और अवसर दे तो फिर मैं कई आमीन इस बातों को बताऊंगा, लेकिन एक शब्द मैं अपने बारे में बताऊं तो इस प्रकार का हमारा अनुभव है कि मेरे पिता जो परिवार के लोग हैं वे सब नामदारी कलीसिया में जाने वाले लोग हैं। मेरे पिता तो बड़ी शराब पीने के अनुभव में पाए जाने वाला व्यक्ति है, और उनमें से परमेश्वर ने हमें प्रभु के कार्यों में, प्रभु के विश्वास में हमें अलग कर कर लेकर आया है। നല്ലൊരു ആഹാരം കഴിക്കാനില്ലാത്തടത്ത് നിന്ന്, നല്ലൊരു ഡ്രസ്സ് മാറിയിടാനില്ലാത്തടത്ത് നിന്ന്, ഒറ്റ ജോഡി ഡ്രസ്സ് കൊണ്ട് സ്കൂളിൽ പോയ ഒത്തിരി അനുഭവങ്ങൾ. അത് വീട്ടിൽ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾ കർത്താവിനെ അറിഞ്ഞിറങ്ങിയത് കൊണ്ട് ഒന്നും തരാതെ ഞങ്ങളുടെ പപ്പ മാറി നിന്ന് ഒത്തിരി സാഹചര്യങ്ങൾ ജീവിതത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. और एक अच्छे भोजन खाने के लिए हमारे पास ऐसे एक अवसर नहीं रहा है, और अच्छा कपड़ा पहनने के लिए भी हमारे पास हमें स्कूल जाने के लिए केवल एक जोड़ी कपड़ा हमारे पास हुआ करता था। इसका कारण ये नहीं कि हमारे घर में पैसे नहीं थे, परंतु विश्वास में आने के कारण हमारा पिता हमसे ये सारी बातें रोक रखी थी। എന്നാൽ കർത്താവ്, ഞാൻ പിന്നീട് എപ്പോഴേലും ഒരു അവസരം കിട്ടിയാൽ ഞാൻ ആ ഭാഗങ്ങളെല്ലാം പറയാം. परंतु आने वाले समय में फिर कभी एक अवसर मिले तो मैं इन सारे बातों को विस्तार में आपके बीच में कहूंगा। നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ, ഏറ്റവും നല്ല രീതിയിൽ കർത്താവ് നമ്മളെ ഉയർത്തും. यदि हम प्रार्थना करने वाले प्रिय लोग हैं और प्रभु के अवसर के लिए इंतजार करने वाले लोग हैं, तो परमेश्वर अपने समय पर हमें प्रभु बाहर खड़ा करेगा। ഇത്രയും വർഷം താൻ പ്രാർത്ഥിച്ചതിന്റെ റിസൾട്ട്
കർത്താവ് ആദ്യമായി ഏലിയാവിനോട് പറയാണ്, ഏലിയാവേ, നിനക്ക് ആദ്യത്തെ ശുശ്രൂഷ ഞാൻ അസൈൻഡ് ചെയ്യുകയാണ്. അത് വേറെ ആരോടുമല്ല, രാജ്യം ഭരിക്കുന്ന രാജാവിനോടാണ്. इतना समय तक प्रार्थना के साथ इंतजार करने के नतीजे के रूप में परमेश्वर अब आमीन एलिया से इस प्रकार से कह रहा है कि तुझे सीधा इस राज्य को राज्य करने वाले राजा के सामने जाकर अपनी सेवकाई को करना है। ശുശ്രൂഷയുടെ താഴത്തെ ലെവലിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് കയറി വരാനല്ല ഏലിയാവിനോട് പറഞ്ഞ്, ഏലിയാവ് ഇത്രയും നാൾ നീ വെയിറ്റ് ചെയ്തില്ലേ, നീ ഡയറക്റ്റ് നേരെ മേളിലോട്ട് പോ, അവിടുന്ന് ശുശ്രൂഷ തുടങ്ങ്. और आमीन सेवकाई में एक स्तर छोड़कर दूसरा ऐसे नीचे से ऊपर जाने वाले क्रम में जाने का एक अवसर में नहीं था एलिया का कार्य। परमेश्वर एलिया से कहता है कि यदि प्रभु एलिया, यदि तू इतना समय तक इंतजार किया है तो अब तुझे सीधा मैं जो कह रहा हूं वो कर आरंभ करना है तेरी सेवकाई। ഏലിയാവ് നിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഇന്നു വരെ നിനക്ക് മുൻപ് ചെയ്യാത്ത, മറ്റാരും ചെയ്യാത്ത ഒരു തലത്തിലുള്ള ശുശ്രൂഷയിലേക്കാണ് ഏലിയാവ് ഡയറക്റ്റ് കയറിയത്. एलिया का जीवन की सेवकाई का शुरुआत इस प्रकार का है कि आज तक कोई भी ना किया हुआ ऐसी एक सेवकाई के स्तर में प्रवेश करके उसी के द्वारा आगे बढ़ने का एक कार्य था एलिया का सेवकाई। ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ രണ്ട് ദേവതയുമാണ് അവർ ആരാധിച്ചുകൊണ്ടിരുന്നത്. इजरायलियों के बीच में दो देवी और एक देवताओं का वे लोग आराधना कर रहे थे। ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നവർ വിഗ്രഹത്തെ ആരാധിക്കാൻ തുടങ്ങി. जो परमेश्वर, सच्चा परमेश्वर की आराधना करने वाले लोग थे, वे लोग अब मूर्ति पूजा करने लगे। അവർ ആരാധിക്കാൻ ബാലിനെയും അതേപോലെ തന്നെ അശോരെയും ആരാധിക്കാൻ തുടങ്ങി. वे इस प्रकार से बाल की देव और आमीन अशेरा और आमीन ये दोनों देवी देवताओं की वे आराधना करने लगे। ബാൽ എന്ന ദൈവത്തിന്റെ പ്രത്യേകത മഴ പെയ്യിപ്പിക്കുന്ന ദൈവമാണ്. बाल ये आमीन जो उनकी देवी था, उनका एक खासियत ये था कि वो वर्षा प्रदान करने वाला एक देव है। അശോര എന്ന ദേവി ഭൂമിയിൽ ഫലങ്ങൾ ഉളവാക്കുന്ന ദേവിയാണ്. अशेरा नाम का जो देवी है वो इस पृथ्वी में फल उत्पन्न कराने का क्षमता रखने वाला एक देवी है वो। ഏലിയാവ് അങ്ങോട്ട് കയറി വെല്ലുവിളിച്ചത്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യത്തില്ല, ഭൂമിയിൽ യാതൊന്നും ഉണ്ടാകത്തില്ല. एलिया ने सीधे उनके सामने इस प्रकार का चुनौती रखा इन देवी देवताओं के सामने कि मेरा कहे बिना ना तो इस पृथ्वी में वर्षा होगी, ना तो यहाँ पर कुछ फल उत्पन्न होगा। അവിടെ ആരാധിച്ചുകൊണ്ടിരുന്ന രണ്ട് ദേവന്റെയും അതേപോലെ ദേവിയുടെ ശക്തിയാണ് ഏലിയാവ് വെല്ലുവിളിച്ച് 3.5 വർഷം മഴ പെയ്യിപ്പിക്കാതെ ആകാശം അടച്ചു കളഞ്ഞത്. और वहां पर उन दिनों में वे लोग जिसकी आराधना करते थे, उन देवी देवताओं के आमीन सामर्थ्यों को चुनौती देते हुए एलिया ने अपने सेवकाई को शुरुआत किया। वो इस प्रकार से है कि मेरे कहे बिना ना तो वर्षा होगी, ना तो मेघ बरसेगा। 850 പ്രവാചകന്മാരെ കൊണ്ട് ഇസ്രയേലിന്റെ രാജ്യ ടേബിളിൽ നിന്ന് ആഹാരം കഴിച്ച് അശോരയുടെയും അതേപോലെ തന്നെ ബാലിന്റെയും 850 പ്രവാചകന്മാർ ഉണ്ടാക്കിയെടുത്തത് ഒറ്റ വാക്കുകൊണ്ട് സകലത്തെയും അടയ്ക്കാൻ ഏലിയാവിന്റെ മേൽ വ്യാപരിച്ച ദൈവകൃപ ഇന്ന് പകൽ ആത്മാവിൽ കണക്ട് ചെയ്ത് പറയുന്നു. ഉയർന്നു വരുന്ന വെല്ലുവിളികളെ തകർക്കത്തക്ക രീതിയിൽ അസാധാരണമായ ചില ദൈവകൃപ ഈ പകൽ ചിലരുടെ മേൽ കർത്താവ് പകരുകയാണ്. आमीन। किस प्रकार से 850 बाल और अशेरा के जो पुजारी थे वो राजा के मेज से वे खाते थे और उसी शक्ति को वे लोग उनके लोगों के बीच में जो प्रकट करते थे। एक ही दिन में आमीन एलिया ने उनकी सारी सामर्थ्यों को चुनौती देते हुए उनके सामने जो चुनौती को रखा, वो आमीन आज मैं आपके बीच में उसको मैं संबंध कर बोलना चाहता हूं कि आप में जो अभिषेक है, आप में जो सामर्थ है, वो कोई भी आपको चुनौती नहीं दे सकता है। ऐसे एक सामर्थ प्रभु का आपके जीवन में प्रभु देने जा रहा है। 850 പ്രവാചകന്മാർ ഇരുന്ന്
ദിവസങ്ങളെടുത്ത് യാഗങ്ങൾ നടത്തി ആകാശത്തെയും ഭൂമിയെ ഒരേപോലെ നിയന്ത്രിച്ചു നിൽക്കുമ്പോൾ അതിനൊക്കെ ഒറ്റ വാക്കുകൊണ്ട് അടച്ച് ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ലെന്ന് പറയത്തക്ക രീതിയിൽ ഏലിയാവിന്റെ മേൽ ചലിച്ച ദൈവകൃപ ഇന്ന് പകൽ ആരണ്ടൊടക്കോ ദൈവാത്മാവ് പറയുന്നു, നിനക്കെതിരെ എത്ര പേര് നിന്നാലും ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഒരു അധികാരം തരികയാണ്. ചിലതിനെ ബന്ധിക്കാൻ നിനക്കെതിരെ എഴുന്നേറ്റ് വരുന്ന ചില വെല്ലുവിളികളെ കെട്ടത്തക്ക രീതിയിലുള്ള ചില അധികാരങ്ങൾ കർത്താവ് പകരുകയാണ്. आमीन। परमेश्वर का वचन इस प्रकार से कह रहा है कि आमीन, जिस प्रकार से 850 बाल और अशेरा के पुजारियों ने दिनों बैठकर जिस प्रकार से उन्होंने उनके कार्यों को साबित करके आ रहे थे, उसी को एक ही क्षण में परमेश्वर की आत्मा के सामर्थ्य में यदि एलिया ने उसको बांध दिया, तो आज इस सुबह के समय में प्रभु की उपस्थिति में बैठने वाले कईयों के अंदर परमेश्वर की आत्मा इस प्रकार से कह रहा है कि आपके जीवन के खिलाफ में उठने वाली चुनौतियों को, समस्याओं को पार करने के लिए, सामना करने के लिए एलिया में जैसे परमेश्वर ने सामर्थ्य दिया, वैसे सामर्थ्य देने जा रहा है। जो उसको स्वीकार करने के लिए तैयार है, उनके जीवन में परमेश्वर ऐसे अद्भुत कार्यों को करेगा। ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയാം, ഏലിയാവേ, നിന്റെ 40-50 വർഷത്തെ പ്രാർത്ഥന വെറുതെ അല്ല കേട്ടോ. നീ കരഞ്ഞത്, നീ ഇടിവിൽ നിന്നത്, നീ കണ്ണുനീരൊഴുക്കിയത് വെറുതെ അല്ല. ഇന്ന് വരെ ആർക്കും ചെയ്യാത്ത ചില ശുശ്രൂഷയുടെ അടുത്ത ഒരു തലത്തിലേക്ക് കർത്താവ് നിന്റെ നാവിനെ അധികാരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. प्रभु की आत्मा इस प्रकार से एलिया के विषय में हमें बताना चाहता है कि एलिया, तूने जो 40 या 50 साल तक जो प्रार्थना किया वो व्यर्थ नहीं गया है, क्योंकि इतने समय तक तूने जो मेरे सामने समयों को बिताया है, प्रार्थना किया है, उसी के परिणाम स्वरूप मैं तुझे ऐसी एक सेवकाई को देने जा रहा हूं जो आज तक किसी ने किया नहीं है। ऐसा एक सामर्थ्य और ऐसा एक सेवकाई का अगले स्तर में मैं तुझे ले जाऊंगा, जहां पर तू परमेश्वर के अद्भुत कार्यों को अपने सेवा में से दिखाने पाएंगे। 3.5 വർഷം ആകാശത്തെയും ഭൂമിയെയും ഒരേപോലെ അടയ്ക്കാൻ ഒരു മനുഷ്യന്റെ വാക്കിൽ, ഒരു മനുഷ്യന്റെ പറഞ്ഞ വാക്കിനകത്ത് കർത്താവ് അങ്ങനെ ചെയ്തെങ്കിൽ ഇന്ന് പകൽ ആരണ്ടൊടക്കോ ദൈവാത്മാവ് പറയുന്നു, കഴിഞ്ഞ നാളുകളുടെ പ്രാർത്ഥനകൾ എവിടൊക്കെയോ നിങ്ങളെ ശക്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിലതിനെയൊക്കെ അടയ്ക്കാനുള്ള ചില ദൈവകൃപ ഒരുപക്ഷെ നിങ്ങൾ അത് കണ്ടില്ലെങ്കിലും ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ആ അധികാരത്തിലേക്ക് ദൈവം നിങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. आमीन। इन दिनों में परमेश्वर की वचन में से हम एलिया के जीवन से देखते हैं कि एलिया की प्रार्थना यदि 3.5 साल तक उस सारे देश में ना तो कोई पानी, ना तो वर्षा होने की एक परिस्थिति में वहां पर बंद किए, तो आमीन, इन दिनों में कई समयों से प्रार्थना करके आने वाले प्रिय लोगों, हो सकता है कि आपने कोई हलचल आपके जीवन में देखा नहीं होगा, कोई सामर्थ्य को अनुभव नहीं किया है, परंतु परमेश्वर अपना कार्य आपके जीवन से प्रकट कर रहा है और वो पूर्ण रीति से आपके जीवन से आने वाले दिनों में उसे दिखाएगा। 5 വർഷം കൊണ്ട് ഈ പ്രാർത്ഥന നടക്കുകയാണ്. ഈ 5 വർഷം കൊണ്ട് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയാ, അതിന്റെ റിസൾട്ട് എന്താണെന്നറിയാമോ? ഇതിനകത്ത് UP-യിൽ നിന്നുണ്ട്, പല സ്റ്റേറ്റുകളിൽ നിന്നുണ്ട്. അവരോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയാ, നിങ്ങൾ അറിയാത്ത ഒരു ശക്തി നിങ്ങളുടെ നാവിന് മേലുണ്ട്. ചിലതിനെ ബന്ധിക്കാൻ, ചിലതിനെ അടയ്ക്കാനുള്ള ഒരു അസാധാരണമായ കൃപ ഈ പ്രാർത്ഥനയ്ക്കകത്ത് എപ്പോഴൊക്കെയോ നിങ്ങളുടെ മേൽ ദൈവം കൈമാറിയിട്ടുണ്ട്. और 5 साल से इस ग्रुप में लोग प्रार्थना करते हैं और मैं समझता हूं कि यहाँ पे अलग अलग राज्यों से लोग प्रार्थना में जुड़े हुए हैं। मैं आपसे एक बात को कहना चाहूंगा, ये 5 साल से जो आप प्रार्थना कर रहे हैं, परमेश्वर ने आपके अंदर ऐसे असाधारण शक्तियों से भरा हुआ है। हो सकता है कि आप जान नहीं रहे हैं, परंतु कई लोगों को, आमीन, कई चीजों को, कई ऐसी शक्तियों को बांधने का अधिकार, कई लोगों के मुंह को बंद करने का अधिकार परमेश्वर ने आपको अपने जीवन में दे रखा है। ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ പറയാം, കുടുംബത്തിനകത്ത് ഉയർന്നു നിൽക്കുന്ന വെല്ലുവിളികൾ, തലമുറയുടെ നന്മകൾക്ക് നേരെ ഉയർന്നു നിൽക്കുന്ന വെല്ലുവിളികൾ, ശുശ്രൂഷയ്ക്ക് നിർത്തത്തില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിച്ചു കളയുന്ന അന്ധകാര മേഖലകൾ, എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ പറയുന്നു, കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു അസാധാരണമായ ശക്തി നിങ്ങളുടെ മേലുണ്ട്. ഇന്ന് പകൽ അതിനെ നോക്കി വിളിച്ചു പറ, ഞാനല്ല ഓടുന്നത്, പരിശുദ്ധാത്മാവിനെ നിർത്താൻ പോകുകയാണ്. എന്റെ പ്രതികൂലങ്ങൾ എന്റെ മുമ്പിൽ നിന്ന് മാറാൻ പോകുകയാണ്.
पिछले दिनों में आपके समस्याएं, घर में उठने वाली समस्याएं, आपके बच्चों के संबंधित होने वाली समस्याएं, आपके सेवक आय के संबंधित होने वाली चुनौतियों को देखकर कई लोग शायद उसे छोड़कर भाग जाने की इच्छा या कोशिश में बैठे हुए होंगे। परंतु आज सुबह के समय में आपको बताना चाहता हूं कि परमेश्वर की पवित्र आत्मा का सामर्थ्य जो आपके जीवन में है, उसी सामर्थ्य से आपको अपने जीवन में बात को समझना जरूरी है कि मैं भागने वाला नहीं हूं, मैं दृढ़ रहकर परमेश्वर के कार्यों को मेरे जीवन से होता हुआ मैं अपने आंखों से देखूंगा। സമയം വളരെ വേഗത്തിൽ ഓടിപ്പോകുന്നത് കൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. समय आगे चल रहा है, इसलिए मैं जल्दी से आगे बढ़ना चाहता हूं। അങ്ങനെ ശുശ്രൂഷ ചെയ്ത ഏലിയാവിനോട് ऐसे सेवकाई करने वाले एलिया से കർത്താവ് പറയാണ്, നീ കുറച്ചുനാൾ കെരിത് തോട്ടിൽ പോയിരിക്കണം. परमेश्वर एलिया से इस प्रकार से कहता है कि थोड़ा समय तो किरीत के नाली के पास जाकर बैठ जाना। ഏലിയാവ് ചോദിച്ചു കാണും, ഇത്രയും വർഷം ഒന്ന് ഇരുന്ന് ശുശ്രൂഷയിലോട്ടൊന്ന് ശോഭിച്ച് വരുമ്പോ എന്തിനാ കർത്താവ് വീണ്ടും ഒളിച്ചിരിക്കാൻ പറയുന്നേ? एलिया ने शायद परमेश्वर से पूछा होगा कि प्रभु इतने समय तक तो इंतजार करते हुए एक सेवकाई में प्रवेश किया ही है, पर अब फिर से आप मुझे क्यों इस किरीत में जाकर बैठने के लिए निर्देश दे रहा है? അതിനകത്ത് ദൈവത്തിന്റെ ഒരു പദ്ധതി ദൈവം വെച്ചിട്ടുണ്ടായിരുന്നു. उसके अंदर परमेश्वर ने अपनी एक योजना उसके अंदर छुपा कर रखा हुआ है। കർത്താവിന് വേണ്ടി നിൽക്കുന്നവരെ എങ്ങനെ കർത്താവ് പരിപാലിക്കും എന്ന് ഇന്നത്തെ തലമുറയെ കർത്താവിനെ അറിയിക്കണമായിരുന്നു. और आज की पीढ़ी को परमेश्वर ये बता कर देना चाहता है कि परमेश्वर के लिए खड़े रहने वाले लोगों को कैसे कैसे प्रभु उनके जीवन में प्रबंध करा सकता है। ഏലിയാവിനോട് കെരിതോട്ടിൽ പോയിരിക്കാൻ പറയുമ്പോൾ തന്നെ കാക്കയോട് അപ്പവുമായി അവിടെ ചെല്ലണമെന്നും ദൈവം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. एलिया से जब परमेश्वर ने यह आज्ञा दिया कि किरीत के नाली के पास जाकर बैठना है, तब ही परमेश्वर ने कौवे को भी आज्ञा दिया था कि एलिया को भोजन वस्तुओं को प्रदान करना है। രാവിലെയും വൈകിട്ടും നല്ല ആഹാരവുമായിട്ട് കാക്ക ഏലിയാവിനെ തേടി ചെല്ലുകയാണ്. और सुबह के समय में खाना को लेकर आमीन जो कौवा है एलिया को ढूंढ कर जा रहा है। ഈ അപ്പവും ഈ ഇറച്ചിയും എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യർക്കും അറിവില്ല. और ये खाना और ये जो रोटी और ये जो मांस का टुकड़ा कहाँ से मिला पूछे तो कोई भी किसी को भी बताने के लिए ये किसी के पास उत्तर नहीं है। ഇസ്രയേലിൽ മുഴുവൻ ക്ഷാമമാണ്. അവിടുത്തെ രാജാവ് ഉൾപ്പെടെ ഏലിയാവിനെ തിരക്കിയിറങ്ങിയിരിക്കുകയാണ്. എങ്കിലും ദൈവത്തിന്റെ വാക്കനുസരിച്ച് ഏലിയാവിന് കെരീത് തോട്ടിൽ ഏറ്റവും ബെസ്റ്റ് ആഹാരം ദൈവം അവിടെ കൊണ്ടെത്തിക്കുകയാണ്. एलिया आमीन एलिया को ढूंढकर आमीन इज़राइल का राजा वहां पर एलिया के पीछे लगा हुआ है। इज़राइल में पूरी रीति से आमीन अकाल का अनुभव में है, परंतु एलिया जहां पर रहता है वहां पर उत्तम भोजन को प्रदान करने के लिए उसका परमेश्वर उसी के लिए कार्य किया। നമുക്കറിയാം, ഇന്ന് നമ്മുടെ ശാസ്ത്രയുഗം ഒത്തിരി വളർന്നതാണ്. आज हम जानते हैं कि हमारे विज्ञान और हमारे तकनीकी तंत्र जो है बहुत विकसित हुए हैं। ഡൽഹിയിലൊക്കെ ഞങ്ങൾ നിൽക്കുമ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബ്ലിങ്കിറ്റോ സൊമാറ്റോയോ ഒക്കെ ഓർഡർ ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ വീട്ടിൽ കൊണ്ടുതരും. और दिल्ली में जब हम रह रहे थे उन दिनों में हमें कुछ भी आवश्यकता है तो जोमेटो हो या ब्लिंकिट हो या इत्यादि जो भी हमें जो भी वेबसाइट्स हो वहां पर तुरंत वे अपने घरों में सामान को पहुंचा देते हैं। നമുക്ക് അവർക്ക് ലൊക്കേഷൻ ഇട്ട് കൊടുത്താൽ പോലും ചിലപ്പോൾ അവർ എവിടെയെങ്കിലും ഒക്കെ തെറ്റി വേറെ എവിടെയെങ്കിലും പോയി ഒന്ന് ഫോൺ വിളിക്കും അവിടെ വരുന്ന വഴി എങ്ങനെയാണെന്ന്. और हम शायद उनके लोकेशन को भेज कर भी दे तभी भी वे कई बार गड़बड़ कर देते हैं और कहीं और जाकर हमें फोन बुलाते हैं कि आपके घर तक हमें कैसे पहुंचना है, रास्ता बता कर दे। ഈ കെരീത് തോടെന്ന് പറയുന്നത് യോർദാന്റെ വൻകാട്ടിന് നടുക്കുള്ള ഭാഗമാണ്. ये किरीत की नाली जो है यदि इसकी सही पता बताया जाए तो यर्दन के जो आमीन वन है या उस जंगल है उसके अंदर पाए जाने वाला एक स्थान है। ഇത്രയും വളർന്ന ടെക്നോളജി ഉള്ളപ്പോൾ വഴി തെറ്റുമെങ്കിൽ, इतना विकसित एक दुनिया में भी लोग यदि रास्ता भटक जाते हैं तो
എല്ലാവരും എന്റെ കൂടെ വരണേ. ഒറ്റ ദിവസം പോലും കാക്കയെ അന്വേഷിച്ച് ഏലിയാവ് പോയില്ല. ഏലിയാവ് ഇരുന്നിടത്ത് കാക്ക ചെല്ലത്തക്ക രീതിയിൽ അതിന്റെ പിന്നിൽ റൂട്ട് മാപ്പ് സെറ്റ് ചെയ്ത ഉയരത്തിൽ ഒരു കർത്താവ് ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്നിടത്ത് നന്മ കൊണ്ടെത്തിക്കാൻ, നിങ്ങളുടെ അനുഗ്രഹം കൊണ്ടെത്തിക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. और एलिया के बारे में यदि हम देखें तो एलिया एक भी दिन कौवे को ढूंढ कर जाने का परिस्थिति नहीं हुआ, परंतु जहां एलिया बैठा था वहां पर प्रतिदिन परमेश्वर ने उस कौवे को समय समय पर भोजन देकर भेजा। तो आज सुबह के समय में एक संदेश मैं आपको देना चाहता हूं, आप जिस स्थान में हैं वहां पर आपके लिए आत्मिक और भौतिक आशीषों को पहुंचाने के लिए वो परमेश्वर सामर्थी हैं। आपको उसके पीछे ढूंढ कर जाने की आवश्यकता नहीं। ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ഇടണ്ട, എവിടെ എത്തിയെന്ന് ചോദിക്കണ്ട, ഏത് വഴിയിലായിരിക്കുന്നെന്ന് ചോദിക്കണ്ട. ഇന്ന് പകൽ കർത്താവ് സെറ്റ് ചെയ്തതാണെങ്കിൽ ഇന്ന് പകൽ ആരുണ്ടൊക്കെയോ ദൈവാത്മാവ് ദൂത് പറയുന്നു, നിങ്ങൾ ഇരിക്കുന്ന ഇടം അന്വേഷിച്ച് ചില നന്മകൾ, ചില കാക്കകളെ കർത്താവ് ഈ പകൽ അയക്കുകയാണ്. आज आमीन, सुबह के समय में कईयों से परमेश्वर का वाणी इस प्रकार से प्रभु देना चाहता है कि आपको किसी के पीछे ढूंढ कर जाने की आवश्यकता नहीं, बार बार उनको याद दिलाने की आवश्यकता नहीं। आप जिस स्थान में बैठे हैं वहां पर आपके लिए आत्मिक आशीषों को, भौतिक आशीषों को पहुंचाने के लिए वो परमेश्वर सामर्थी हैं। ഏലിയാവേ, നീ കർത്താവിന്റെ വഴി കർത്താവ് പറഞ്ഞത് കേട്ടായിരിക്കുന്നതെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വളരെ ആഴമായിട്ട് പറയാം, നിങ്ങൾ ഒരു കാക്കയും തേടി പോകണ്ട. അത് നിങ്ങളുടെ സമയത്ത്, നിങ്ങളുടെ സ്ഥലത്തെത്തത്തക്ക രീതിയിൽ അതിനൊരു റൂട്ട് മാപ്പ് പറഞ്ഞു കൊടുത്ത ഉയരത്തിൽ ഒരു കർത്താവുണ്ട്. അത് വഴി മാറത്തില്ല, വ്യക്തി മാറത്തില്ല, സാഹചര്യങ്ങൾ മാറത്തില്ല. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവരെ അന്വേഷിച്ച് ഇന്ന് പകൽ ചിലതിനോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. और आज सुबह के समय में मुझे सुनने वाले प्रिय लोगों, कईयों से प्रभु की आत्मा इस प्रकार से कहना चाहता है कि आपको किसी को भी उस कौवे को ढूंढ कर जाने की आवश्यकता नहीं है। सही स्थान और सही ठिकाना बताकर आमीन उस कौवे को निरंतर आपके बीच में भेजने के लिए वो परमेश्वर सामर्थी है। वो परमेश्वर की उपस्थिति में हम यदि बैठे हुए हैं तो हमारे जीवन के लिए, हमारे आवश्यकताओं को प्रदान करने के लिए वो प्रभु जिम्मेदार हैं और वो प्रभु कार्यों को करेगा। നല്ല ആഹാരം, നല്ലത്, ഏറ്റവും ബെസ്റ്റ് ആഹാരം ഏലിയാവിന് കൊടുക്കത്തക്ക രീതിയിൽ ഉയരത്തിൽ ചലിച്ച ദൈവത്തിന്റെ ഒരു കരമുണ്ട്. കാരണം എന്താണെന്നറിയോ? ഏലിയാവ് നിൽക്കുന്നത് കർത്താവിന് വേണ്ടിയാണ്. आमीन, अच्छे से अच्छे उत्तम भोजन को आमीन एलिया के लिए प्रदान करने के लिए परमेश्वर सामर्थी हैं। कारण क्या है पूछा जाए तो आमीन इतने समय तक परमेश्वर के लिए कार्य किया हुआ एलिया को परमेश्वर जानता है और प्रभु उसके लिए अपना जीवन से अपनी विश्वास योग्यता को निभाता है। ഈ പ്രഭാതത്തിൽ ഞാൻ പറയാം, നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഒന്നുകൂടെ അടിവരയിട്ട് പറയുന്നു, നിങ്ങളുടെ നന്മകൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടെത്തിക്കത്തക്ക രീതിയിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ റൂമിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ കൈകാര്യം ചെയ്യത്തക്ക രീതിയിൽ ഉയരത്തിലെ ദൈവം ചില മേഖലകളിൽ കൽപ്പിച്ചിട്ടുണ്ട്, ചിലരോട് ഇടപെട്ടിട്ടുണ്ട്. ഇന്ന് പകൽ എത്ര പേര് സ്തോത്രം ചെയ്യും? അവർക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതികൾ ചില മേഖലകളിൽ കർത്താവ് അയച്ചിട്ടുണ്ട്. आज सुबह के समय में कितने लोग विश्वास करेंगे यदि आप प्रभु के लिए स्थिर खड़े रहने वाले, परमेश्वर के लिए आप उपस्थित रहने वाले लोग हैं तो आपकी जो भी आवश्यकता, आपकी जो भी भौतिक शारीरिक आवश्यकता है उसे आपके जीवन में प्रदान करने के लिए परमेश्वर ने अपने प्रबंधों को कर रखा है। वो सही समय पर, सही जगह पर आप जिस स्थान में रहते हैं वहां तक पहुंचाने के लिए वो प्रभु अपने जीवन में कार्यों को दिखाएगा। കെരീത് തോട്ടിലെ വെള്ളം പറ്റിയപ്പോ ഏലിയാവ് കർത്താവിനോട് പറഞ്ഞില്ല, കർത്താവ് ഇവിടുത്തെ വെള്ളം തീർന്നത് കണ്ടോ? ചോദിച്ചില്ല. അവിടുത്തെ വെള്ളം തീർന്നത് ഉയരത്തിലെ കർത്താവ് അറിഞ്ഞു. और एलिया आमीन, जब आमीन किरेत के नाली के पानी खत्म हो गया तो एलिया ने कभी परमेश्वर से इस प्रकार से नहीं बोला कि प्रभु देखो पानी खत्म हो रहा है, परंतु परमेश्वर जानता था और परमेश्वर ने उस पानी खत्म होने की अवस्थाओं को प्रभु उसने अपने आप में देखा है। പരിശുദ്ധാത്മാവിനോട് പറയുന്ന ഒരു ദൂത് വളരെ ആഴമായി ഞാൻ പറയുന്നു, നിങ്ങളുടെ വീട്ടിലെ ശൂന്യതകൾ നിങ്ങൾ പറയുന്നതിന് മുൻപ് എന്റെ കർത്താവ് അറിഞ്ഞിട്ടുണ്ട്. അടുത്ത ഒരു ആൻസർ എവിടേക്കോ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്.
और परमेश्वर की आत्मा बड़े स्पष्ट रीति से कईयों के जीवन के लिए मैं इस प्रकार से कह रहा हूं कि आपके जीवन में आमीन जो आपके परिवार के अंदर की शून्यता है वो परमेश्वर ने पहले ही देख रखा है और आपके लिए कहीं आपके आमीन उस शून्यता के प्रति एक उत्तर प्रभु आमीन आमीन तैयार कर रखा है। ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. മനുഷ്യര് ചെയ്യുന്നത് പോലെ അല്ല എന്റെ കർത്താവ് ചെയ്യുന്നത്. നമുക്കറിയാം, ആവശ്യം കഴിഞ്ഞ് ഏലിയാവ് അവിടെ ചെന്ന് ആഹാബിന്റെ മുമ്പിൽ ദൂത് പറഞ്ഞിട്ട് ഏലിയാവിനെ വേണ്ട എന്ന് കർത്താവ് പറഞ്ഞില്ല. ജീവിതത്തിന്റെ അവസാനം വരെ ഏലിയാവിനെ പരിപാലിച്ച ദൈവം ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവിൽ പറയാം, കർത്താവിന് വേണ്ടി നിന്നാൽ അവസാന നിമിഷം വരെ പരിപാലിക്കുന്ന ഉയരത്തിൽ ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. आमीन। आज सुबह के समय में एक और बार मैं आपको एक और बात कहना चाहता हूं कि आप यदि परमेश्वर के लिए अपने जीवन को समर्पित रखते हैं, परमेश्वर के लिए यदि आप खड़े रहने के लिए तैयार अपने आप को करते हैं, तो कोई मनुष्य की आवश्यकता नहीं, कोई मनुष्य हमारी सहायता ना करे तो भी आमीन परमेश्वर आपके लिए समय समय पर कार्य करने के लिए वो प्रभु स्वर्ग में विराजमान है। എനിക്ക് ഈ മെസ്സേജ് എവിടെയെങ്കിലും കൊണ്ടെത്തിക്കണം. അതുകൊണ്ട് വളരെ വേഗത്തിൽ അവിടെ നിന്ന് ഞാൻ സ്കിപ്പ് ആകുകയാണ്. और मुझे ये संदेश को कहीं से भी कहा तो खत्म करना है, इसलिए मैं जल्दी से आगे बढ़ना चाहता हूँ। അവിടെ നിന്ന് നേരെ സരാപ്തയിൽ ചെല്ലാൻ പറയുകയാണ് ഏലിയാവിനോട്. और वहां से परमेश्वर सीधा सराफात में पहुंचने के लिए उसे आज्ञा देता है। അവിടെ നിന്ന് 200 മൈൽ യാത്ര ചെയ്ത് സരാപ്തിലേക്ക് ഏലിയാവ് നടന്നു പോവുകയാണ്. वहां से 200 मील यात्रा करते हुए एलिया सराफात में पहुंचता है। അവിടെ ഒരു സഹോദരി ഏലിയാവ് കാണുന്നു. वहां पर एक बहन को वो देखता है। ഏലിയാവ് ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുന്നു. और एलिया उसे एक गिलास पानी मांगता है। അവൾ എടുക്കാൻ അകത്തേക്ക് പോയപ്പോ जब वो पानी लेने के लिए वे अंदर की ओर जाती हैं, ഒരപ്പം കൂടെ ഏലിയാവ് ചോദിക്കുകയാണ്. साथ ही साथ एक रोटी भी ले आना, इस प्रकार से उससे विनती करता है। എന്നാൽ അതിന് ആൻസർ അവൾ കൊടുക്കുകയാണ്. तब वो स्त्री, वो विधवा स्त्री जो है, इस प्रकार से एलिया से उत्तर दे रहा है। ആ ആൻസറിന്റെ ചുരുക്കം ഇങ്ങനെയാണ്: ഏലിയാവേ, നിനക്ക് തരാൻ ഇവിടെ അപ്പം ഇല്ല എന്നാ പറഞ്ഞേ. उस उत्तर का निचोड़ इस प्रकार से था कि एलिया, आपको देने के लिए मेरे पास यहाँ पर रोटी नहीं है। ഞങ്ങൾക്ക് രണ്ട് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു അപ്പം ഉണ്ടാക്കാനില്ല, അത് നിനക്ക് തരാനുള്ളതില്ല. हम दोनों के लिए ही रोटी बचा हुआ है, आपको देने के लिए कोई रोटी नहीं है, हम आपको हमारी रोटी नहीं दे सकते हैं। എല്ലാവരും എന്റെ കൂടെ വരണേ. കെരീത്ത് തോട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഏലിയാവിനോട് ദൈവം എന്താ പറഞ്ഞേ? एलिया से जब केरीत की नाली से जब वो निकला था, तो एलिया से परमेश्वर ने क्या कहा था, आप थोड़ा ध्यान से देखना। ഞാൻ ഒരു വിധവയെ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ? मैंने एक विधवा को तुम्हारे लिए पहले से प्रबंध करके रखा है, ऐसा परमेश्वर ने एलिया से कहा था। ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവൾ എന്താ പറയുന്നേ? നിനക്ക് ഇവിടെ ഒന്നും ഇല്ല എന്നാ പറയുന്നേ. और वहां उस विधवा के पास जब एलिया पहुंचता है, तो एलिया से विधवा कहती है कि आपके लिए यहाँ पर कुछ नहीं है। എന്നാൽ ശ്യാമകാലം മുഴുവൻ പോറ്റത്തക്ക രീതിയിൽ ആ വീടിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ ആറണ്ടൊക്കെയോ ദൈവാത്മാവ് പറയുന്നു, നോ എന്ന് പറഞ്ഞവരെ കൊണ്ട്, നടക്കത്തില്ലെന്ന് പറഞ്ഞവരെ കൊണ്ട്, നടക്കത്തില്ല, ചെയ്തു തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞവരെ കൊണ്ട് ഇന്ന് പകൽ ഈ വചന ശുശ്രൂഷ നടക്കുമ്പോൾ നിനക്ക് വേണ്ടി ചിലത് ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. ചിലയിടത്ത് കർത്താവ് ചില വിഷയങ്ങളെ തോടാൻ പോവുകയാണ്. आज परमेश्वर की आत्मा बड़े स्पष्ट रीति से बात को कहता है कि जहां पर तुम्हारे लिए नकारा किया हुआ लोगों के बीच में परमेश्वर आपके लिए द्वार खोलने जा रहा है। जो किसी ने कहा था कि ये नहीं हो पाएगा, ये संभव नहीं होगा, ऐसे कहे हुए लोगों के द्वारा प्रभु आपके लिए कार्यों को प्रकट करेगा, आपके लिए द्वारों को खोला जाएगा। आज सुबह जब ये वचन को बोला जा रहा है, इसी वक्त में परमेश्वर कईयों के जीवन में ऐसे कार्यों को प्रकट करने जा रहा है। പരിശുദ്ധാത്മാവ് ഏലിയാവിന് കൊടുക്കുന്ന ദൂതുണ്ട്. ഏലിയാവേ, നോ കേട്ടിട്ട് തിരിച്ചു പോകാനല്ല, അവിടെ നിനക്കൊരു പ്രവൃത്തിയുണ്ട്. ഇന്ന് പകൽ ആറണ്ടൊക്കെയോ ദൈവാത്മാവ് ദൂത് പറയുന്നു. ചിലത് അസാധ്യമെന്ന് പറയുന്നിടത്ത്, എല്ലാം നോയായി നിൽക്കുന്നിടത്ത് നിങ്ങളെ കൊണ്ട് അസാധാരണമായ ചില ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവത്തിന്റെ പ്രവർത്തികൾ ആ പട്ടണത്തിനകത്ത്, ആ സ്ഥലത്തിനകത്ത് നടക്കത്തില്ലെന്ന് വെല്ലുവിളിക്കുന്നിടത്ത് നിങ്ങളെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കാൻ എന്റെ കർത്താവിന് ആഗ്രഹമുണ്ട്.
एलिया के परमेश्वर की आत्मा इस प्रकार से कह रहा है कि लोगों का ना सुनकर वहां से लौट कर जाने के लिए परमेश्वर आपसे नहीं इच्छा कर रहा, परंतु जहां पर लोगों ने ना कहा है वहां पर परमेश्वर का कार्यों को दिखाने के लिए प्रभु सामर्थी हैं। आज सुबह के समय में परमेश्वर की आत्मा कईयों से इस प्रकार से कहना चाहता है कि कई जगह पर आपको संभव नहीं है, यहाँ पर आपकी सेवकाई नहीं चलेगी। ऐसे कहा हुआ जगहों में आपको परमेश्वर की आत्मा के द्वारा वहां पर परमेश्वर के कार्यों को करने के लिए इन दिनों में कई लोगों के जीवन में और सेवकाई में परमेश्वर ऐसे कार्यों को करने जा रहा है। അല്പമാവും അല്പ എണ്ണയുണ്ട്. എന്റെ ചിന്തയിൽ പറഞ്ഞ രണ്ടപ്പം ഉണ്ടാക്കാം. ഒന്ന് അവക്കുണ്ടാക്കാം, ഒന്ന് ആ കുഞ്ഞിനും ഉണ്ടാക്കാം. രണ്ടപ്പം ഉണ്ടാക്കാം. പക്ഷെ ഞാനൊരു ദൂത് പറയാം. ഈ മാവ് ഈ കലത്തിൽ ശേഷിപ്പിച്ചത് നിനക്കും നിന്റെ തലമുറയ്ക്കും തിന്നാനല്ല, ഈ ഏലിയാവിന് വേണ്ടി ദൈവം ശേഷിപ്പിച്ചതാണ്. ഇന്ന് പകൽ എത്ര പേര് സ്തോത്രം ചെയ്യും? ദൈവത്തിന്റെ വാക്കനുസരിച്ച് ഇറങ്ങി തിരിച്ച് ഏലിയാവേ, നിനക്ക് വേണ്ടി ആ കലത്തിനകത്ത് ഒരു പിടി മാവ് ദൈവം കൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. आमीन, हालेलुया। उस आमीन विधवा स्त्री के बर्तन में थोड़ी सी आटा और थोड़ी सी तेल जो बची हुई थी, आज सुबह के समय में आपसे मैं आत्मा में इस प्रकार से कहना चाहूंगा कि आज तक आपने यदि परमेश्वर के लिए कार्यों को किया है तो उस विधवा के घर में जिस प्रकार एलिया के लिए उस आमीन थोड़ी सी रोटी और के लिए जो आटा और तेल परमेश्वर ने जैसे बचा कर रखा है, वैसे आपके लिए कई जगह पर प्रभु का प्रबंध आप अनुभव करेंगे यदि आप प्रभु के लिए खड़े रहने के लिए तैयार होते हैं तो। നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ വരണേ. ഏലിയാവ് ചെല്ലുന്നതിന്റെ പിറ്റേ ദിവസം, ആ ചെല്ലുന്ന ദിവസത്തിന്റെ തലേ ദിവസം ഒരല്പമാവൂടെ കൂടുതൽ എടുത്തായിരുന്നെങ്കിൽ പിറ്റേ ദിവസം ഏലിയാവ് ചെല്ലുമ്പോൾ അവിടെ ഒന്നും കാണത്തില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവേ പറയാം, ഏലിയാവേ, നീ അവിടെ ചെല്ലുന്നത് ശൂന്യതയ്ക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി ആ ക്ഷാമം തുടങ്ങുന്നതിന് മുൻപ് ആ കലത്തിൽ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്, ഒരു പിടി മാവ് എന്റെ ദാസൻ വരുമ്പോൾ അവന് കൊടുക്കാനുള്ളതാണെന്ന്. ഇന്ന് പകൽ എത്ര പേര് സ്തോത്രം ചെയ്യും? നിനക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ദൈവം ചില രാജ്യങ്ങളിൽ, ചില ദേശങ്ങളിൽ, ചില ഇടങ്ങളിൽ ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നീ ചെല്ലാതെ, നീ കാലുവെക്കാതെ അത് തീർന്നു പോകത്തില്ല. आमीन, प्रेज द लॉर्ड। आज सुबह के समय में परमेश्वर की आत्मा इस प्रकार से एलिया के विषय में हमें बताना चाहता है कि मान लीजिए यदि एलिया जाने से एक दिन पहले रात यदि उस विधवा स्त्री ने थोड़ी और आटा और तेल को उपयोग कर लिया होता तो अगले दिन एलिया आने के समय में उसी के पास कोई आटा नहीं रह जाता। लेकिन बात को प्रभु में समझना जरूरी है कि एलिया अपने दास के लिए परमेश्वर ने उस विधवा के घर में यदि उस आटे को और तेल को बचा कर रखा है कि प्रभु के दास आने के समय में उसी को रोटी बनाकर दे सके, तो आज प्रभु के लोगों, परमेश्वर के लिए प्रभु के सेवा में खड़े हुए लोगों, आपके लिए कहीं ना कहीं परमेश्वर अपना प्रबंध को कर कर रखता है। आपको शून्यता में वो कभी जाने नहीं देगा। आपके जीवन में आपकी आवश्यकता के अनुसार वो आपको समय समय पर प्रबंध कराने के लिए वो परमेश्वर सर्वशक्तिमान प्रभु है। ഇസ്രയേലിലും സരാഫാത്തിലും നല്ല ജോലിയുള്ളവർ, നല്ല സമ്പത്തുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവിടെ എങ്ങും കൽപ്പിക്കാത്തത്, ആ വിധവയുടെ വീട്ടിൽ നിനക്ക് വേണ്ടിയുള്ളത് ഏലിയാവെ ദൈവം കൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാ ഏലിയാവിനെ അവിടേക്ക് അയച്ചത്? ഒന്നാമത്തെ ദൂതിലേക്ക് ഞാൻ വന്നുള്ളൂ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ വളരെ ആഴമായിട്ട് പറയാം, നിനക്ക് വേണ്ടുന്ന നന്മ ആ കലത്തിൽ തീർന്നു പോകാതെ ദൈവം കൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുമായി നീ കണക്ട് ആകണം, അതുമായി നീ കണ്ടെത്തണം, അതുമായി നീ ചെല്ലണം. അവിടെയാണ് നിന്റെ ദൈവത്തിന്റെ പദ്ധതി ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. आमीन। आज मैं सुबह के समय में अपने पहले संदेश की एक भाग में मैं पहुंचा हूं। मैं वहां पर इस बात को बताता हूं कि एलिया के लिए परमेश्वर ने किस प्रकार से उस विधवा के बर्तनों में आमीन तेल और आटा को जैसे बचा कर रखा, उसी प्रकार परमेश्वर आपके लिए और मेरे लिए जो परमेश्वर के कार्यों में, प्रभु की सेवा में आमीन हम जो आप में अपने समर्पित हैं, हमारे जीवन में हमारे लिए उस कार्यों को बचा कर रखने वाले, हमारी आशीषों को नष्ट होने से बचा कर रखने वाला परमेश्वर आज भी हमारे लिए कार्य कर रहा है। इन बातों को हमें भूलना नहीं है।
അതിന്റെ തലേദിവസം ഏലിയാവ് ചെല്ലുന്നത് തലേദിവസം മാവ് തീർന്നായിരുന്നെങ്കിൽ അമ്മയും മകനും അവിടെ മരിച്ചേനമായിരുന്നു. ഏലിയാവ് അവിടെ ചെല്ലുമ്പോൾ 2 മരണത്തിന് സാക്ഷി പറഞ്ഞ് താൻ തിരിച്ചു വരേണ്ടി വന്നേനെ. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ അവിടെ നിന്നൊരു ചിന്ത പറയാം. നീ ആ വീട്ടിൽ ചെല്ലുന്ന മരണത്തിന്റെ റിപ്പോർട്ട് പറയാനല്ല, ആ വീടിന്റെ ടോട്ടൽ ചേഞ്ച് ചെയ്യാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് പറയുന്ന ഒരു ദൂത് ഞാൻ പറയുന്നു. ചില രാജ്യങ്ങളിൽ, ചില ദേശങ്ങളിൽ നിങ്ങൾ കാലുവെക്കുന്നത് മരണത്തിന് റിപ്പോർട്ട് പറയാനല്ല, നിങ്ങളെ കൊണ്ട് അസാധാരണമായ ചില മേഖലകളിലുള്ള ദൈവപ്രവൃത്തി ചില കുടുംബങ്ങൾക്കകത്ത്, ചില ദേശത്തിനകത്ത് നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ചെയ്യിക്കാൻ വേണ്ടിയാണ്. आमीन। एलिया यदि उस विधवा के घर में जाकर, आमीन, यदि एक दिन पहले उसने उस आटे को खत्म किया होता तो एलिया वहां पर जाते तो आमीन उस विधवा और उसके बेटे की मृत्यु का एक गवाह उसको बनना पड़ता। आमीन, मृत्यु का सेवकाई उसको वहां शायद करना होता। लेकिन आमीन ये बात को याद रखना, एलिया आप जहां जा रहे हैं वहां पर मृत्यु को गवाही देने के लिए नहीं, परंतु ऐसे मृत्यु में जाने वाले लोगों को वहां से खींचकर आमीन जीवन को देने के लिए परमेश्वर आपको भेजता है। आज सुबह के समय एक बात को मैं आपको बता रहा हूं, आप जिस देश में जाते हैं, आप जिस राज्य में जाते हैं, वहां पर लोगों की मृत्यु की गवाही देने के लिए नहीं, परंतु वहां पर लोगों का जीवन के बारे में, उनको जीवन में जीवन प्रदान करने के लिए परमेश्वर आपको भेज रहा है। तो इन दिनों में वो इस सामर्थ्य को अपने जीवन से आप अनुभव करने पाए। ആ ശാമകാലം കഴിയുന്ന മുഴുവൻ ഏലിയാവിന് ഏറ്റവും നല്ല ആഹാരം എന്റെ കർത്താവ് ആ വീടിനകത്ത് ഒരുക്കുമെങ്കിൽ ഇന്ന് പകൽ ആറടയ്ക്കോ ദൈവാത്മാവ് വളരെ ആഴമായി ദൂത് പറയുന്നു. കർത്താവിന് വേണ്ടി വിശ്വസിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു നേരം പോലും പട്ടിണി കിടക്കാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും നല്ലത് നിങ്ങൾക്ക് വേണ്ടി എവിടൊക്കെയോ എന്റെ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ഒരു പ്രാരംഭ ദൂതായി പരിശുദ്ധാത്മാവ് ഞാൻ വളരെ അടിവരയിട്ട് പറയുന്നു. അതുമായി നിങ്ങൾ കണക്ട് ആകാൻ പോകുകയാണ്, അതുമായി നിങ്ങൾ കാലുവെക്കാൻ പോകുകയാണ്, അതുമായി നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുകയാണ്. ദൈവത്തിന്റെ പദ്ധതിക്കകത്തേക്ക് തിരിയുന്ന ചില ദൈവ പ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ മിനിസ്ട്രിക്കകത്ത്, ഈ കുടുംബങ്ങൾക്കകത്ത് കർത്താവ് പകരാൻ പോകുകയാണ്. आमीन। परमेश्वर की आत्मा बड़े स्पष्ट रीति से बताता है कि एलिया को जिस प्रकार से उस पूरी अकाल के समय में अच्छे और उत्तम भोजन वस्तुओं को किस प्रकार उस विधवा के घर से एलिया ने आमीन खाते रहा, उसी प्रकार परमेश्वर की आत्मा कहता है कि आप जहां पर भी रहेंगे आपको उत्तम से उत्तम अनुभव कर कर आमीन दिलाकर परमेश्वर अपने कार्यों को आपके जीवन से दिखाएगा। यदि आप प्रभु के लिए खड़े रहने के लिए परमेश्वर ने जिस कार्यों को सौंपा है उन्हीं को आपके जीवन से करने के लिए तैयार है, तो आपके द्वारा आप आमीन जहां पर रहते वो परिवार, आप वो देश और आपके जीवन भी आशीषमय अनुभव में बदल जाएंगे। ഇനി 2 ഭാഗം കൂടെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ഇവിടെ നിർത്തുകയാണ്. കാരണം സമയം ഒത്തിരി മുൻപോട്ട് പോയി. എല്ലാ കണ്ണുകളും അടച്ച്, ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ച് ഇന്ന് പകൽ പരിശുദ്ധാത്മാവനോട് പറയുന്നു, ചില വിഷയങ്ങളുടെ മേൽ കർത്താവിന്റെ വഴി വെളിപ്പെടാൻ പോകുകയാണ്. എവിടൊക്കെയോ മുൻപോട്ട് പോകാൻ കഴിയാതെ, എവിടൊക്കെയോ നിന്നുപോയ ചില മേഖലകൾക്കകത്ത് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും വഴികൾ തുറക്കാതെ ആരൊക്കെയോ ഭാരപ്പെടുന്നുണ്ട്. ഇന്ന് പകൽ കർത്താവ് അവരെ തൊട്ടിട്ട് പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ വഴികൾ കർത്താവ് തുറക്കാൻ പോകുകയാണ്. आमीन। आज सुबह के समय में आमीन और 2 बातों को मुझे आपको बताना है, लेकिन समय के अभाव के कारण मैं यहाँ पर आमीन खत्म कर रहा हूँ। आइए अपनी आंखों को बंद करेंगे, हम प्रार्थना के इस हालत में चले जाएंगे। आज सुबह के समय परमेश्वर की आत्मा बताना चाहता है कि यहाँ पर कई लोग कई समयों से प्रार्थना कर रहे हैं, बहुत समय से प्रार्थना करने के बावजूद भी कई रास्ता खुल नहीं रहा है। ऐसे निराशा में अनुभव करने वाले लोग, आमीन, ऐसे प्रार्थना करने वाले लोगों से परमेश्वर की आत्मा कह रहा है कि वो जो द्वार बंद है उसे परमेश्वर आपके लिए खोलने जा रहा है। ഒത്തിരി നാളായി പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്, ഒന്നും മറുപടി കാണാതെ വിഷമിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, കർത്താവിന്റെ ടൈം ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ, ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ചില ദൈവിക വെളിപ്പാടുകൾ, ദൈവിക പദ്ധതികൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് കർത്താവ് തുറക്കാൻ ആഗ്രഹിക്കുകയാണ്.
आमीन। आज कई समयों से प्रार्थना करने वाले, कई समयों से प्रभु की उपस्थिति में बैठे हुए लोग इंतजार कर रहे हैं कि बहुत समय हो चुका है, हमारे इस प्रार्थना का उत्तर हमें नहीं मिल रहा। तो प्रभु की आत्मा आपसे बात को कहना चाहता है कि परमेश्वर का समय जो है वो सबसे उत्तम समय है, सबसे अच्छा समय है। उस समय तक के लिए इंतजार करें जब प्रभु आपके जीवन में द्वार खोलेगा, आपका कार्यों को कर देगा। वो आपके लिए सबसे बेहतर और उत्तम अनुभव आपका जीवन में ठहरेगा। പരിശുദ്ധാത്മാവിനോട് പറയുന്നു, കഴിഞ്ഞ നാളുകളിലെ പ്രാർത്ഥനയുടെ റിസൾട്ടുകൾ പരസ്യമായി ചില മേഖലകളിൽ, ചിലയിടങ്ങളിൽ, ചില രാജ്യങ്ങളിൽ നിർത്തുന്ന, ചില ദേശങ്ങളിൽ നിർത്തുന്ന, ഓ ഹല്ലേലൂയ, മുമ്പിൽ ചില മേഖലകൾ കർത്താവ് തുറക്കാൻ ആഗ്രഹിക്കുകയാണ്. पिछले दिन आप परमेश्वर की पवित्र आत्मा इस प्रकार से मुझे बोलने के लिए कह रहा है कि पिछले दिनों में आपने जो भी प्रार्थना की है, उस प्रार्थना के फलस्वरूप प्रकट रूप से कई राज्यों में, कई देशों में आपको खड़े करने के लायक ऐसे कार्यों को परमेश्वर, आमीन, आप में से कईयों के जीवन में प्रभु करने जा रहा है। ചിലതിനെ അടയ്ക്കാൻ, ചിലതിനെ തുറക്കാൻ പ്രത്യേകമായ കൃപ കൊണ്ട്, പ്രത്യേകമായ അഭിഷേകം കൊണ്ട് ചില മേഖലകളിൽ, ചില ശുശ്രൂഷ ഫീൽഡുകളിൽ കർത്താവ് ഈ പകൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയുടെ റിസൾട്ട് പോലെ പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. വളരെ ആഴമായി ഞാൻ പറയുന്നു, ചില പ്രാർത്ഥനയുടെ റിസൾട്ടുകൾ പരിശുദ്ധാത്മാവ് ഈ മിഷന്റെ അകത്ത് കർത്താവ് അയക്കുകയാണ്. और परमेश्वर की आत्मा बड़े स्पष्ट रीति से मुझे ये बात को कहने के लिए कह रहा है कि कईयों को बंद करने के लिए, कईयों को खोलने के लिए एक अधिकार परमेश्वर आपके जीवन में दिया हुआ है। आने वाले समयों में उन अधिकारों को उपयोग करते हुए आपके सेवकाई में, आपके इस मंच में परमेश्वर के कार्यों को दिखाने के लिए प्रभु आने वाले समयों में तैयार प्रभु हैं। ഈ മിഷന്റെ അടുത്തൊരു തലത്തിലേക്ക് കർത്താവ് ഉയർത്താൻ പോകുകയാണ്. അടുത്തൊരു തലത്തിലേക്ക്, എല്ലാ സ്റ്റേറ്റുമായി കണക്ഷൻ കിട്ടത്തക്ക രീതിയിൽ അങ്ങനെ ഒരു കണക്ഷനിലേക്ക് ഈ മീറ്റിങ്ങിനെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകാൻ പോകുകയാണ്. और ये मीटिंग को, इस मंच को परमेश्वर एक अगले स्तर की ओर ले जाना चाहता है, ताकि हर एक राज्यों से ये लोग जुड़ जाए और हर एक राज्यों के साथ एक संबंध बनाकर इस सेवकाई को आगे बढ़ा सके। എല്ലാ കണ്ണുകളും അടയ്ക്ക, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. हर एक आंखों को बंद करे, एक क्षण हम प्रार्थना में जाएंगे। കർത്താവെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ പദ്ധതികളെല്ലാം ഞങ്ങളുടെ മേൽ നടക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. हे प्रभु, आपके सारी कार्य, आपकी हर एक योजनाएं हमारे जीवन में पूरा होने के लिए हम प्रार्थना करते हैं। ഏലിയാവിനെ ഉപയോഗിച്ച കർത്താവ്, ഏലിയാവിനെ പരിപാലിച്ച കർത്താവ് ഞങ്ങളുടെ ദൈവമാകയാൽ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഉപയോഗിക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. जिस प्रकार आपने एलिया को उपयोग किया और एलिया का पालन पोषण किया, उसी प्रकार से हम जो भी सेवकाई क्षेत्र में, हम जो भी कार्यों में शामिल है, हमें प्रभु आप उपयोग करें, आप हमारी पालन और पोषण भी करें प्रभु। ഞങ്ങളോട് നോ പറഞ്ഞ, നടക്കത്തില്ലെന്ന് പറഞ്ഞ എല്ലാ മേഖലകളുമുള്ള ദൈവത്തിന്റെ പദ്ധതികളും ദൈവത്തിന്റെ വഴികളും ഞങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടേണ്ടതിന് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. हमारे सामने ना कहा हुआ, हमें ऐसे हर एक क्षेत्रों में आप हमारे बीच में ऐसे कार्य करें कि आपने हमें हमारे बीच में उन द्वारों को खोल दे जो हमारे लिए बंद हैं, ताकि आपकी कार्य हमारे जीवन से प्रकट हो सके प्रभु। അങ്ങനെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടിയും ഇതിനകത്തായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും അങ്ങനെ കർത്താവ് ചെയ്തിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടോണ്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ऐसे प्रभु आपने हमारे लिए, सबके लिए किया है, इसलिए धन्यवाद करता हूँ। प्रार्थना सुनने वाले यीशु मसीह के नाम से प्रार्थना मांगता हूँ, सुन और ग्रहण कर प्रभु, आमेन।